بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. സംസാരിക്കുന്നതിന് വേണ്ടി ഫദലുൽ ഹക്ക് ഉമരിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സർവ്വലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് ഏവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളിലും വാക്കുകളിലും പ്രവർത്തനങ്ങളിലും അല്ലാഹു നമുക്ക് ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ നിർവഹിച്ച ഓരോ ഇബാദത്തുകളും
പരിപൂർണമായ നിലക്ക് അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുകയും നാളെ പരലോകത്ത് തക്കതായ പ്രതിഫലം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളെ സംബന്ധിച്ചാണ് ഏതാനും സമയം നിങ്ങളോടൊപ്പം ഉപയോഗപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യന്റെ ഈ ലോകത്തുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമായും ഒരു പരീക്ഷണമാണ്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിന്റെ മറുപടി തന്നെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്ന്. മറ്റുള്ള ജീവജാലങ്ങളെപ്പോലെ ഈ ലോകത്ത് ജന്മം കൊണ്ട് കഴിവിന്റെ പരമാവധി ഭൗതികപരമായ സുഖങ്ങളും സന്തോഷങ്ങളും ആസ്വദിച്ച് അവിടെ നേരും നെറികേടും നന്മയും തിന്മയും പരിശോധിക്കാതെ തോന്നിയതുപോലെ മുന്നോട്ട് നീങ്ങി രമിച്ച് സുഖിച്ച് സന്തോഷിച്ച് ജീവിതം അവസാനിക്കുക എന്ന ഒരു അവസ്ഥയല്ല മനുഷ്യനുള്ളത്. നേരെ മറിച്ച് മറ്റുള്ള എല്ലാ ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് കൃത്യമായ കാഴ്ചപ്പാടുകളും കാര്യങ്ങളും മനുഷ്യന്റെ മുമ്പിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്തുന്നുണ്ട് ആരാണ് അല്ലാഹു എന്ന്. ആരാണ് അല്ലാഹു എന്ന് പരിചയപ്പെടുത്തുന്ന അടുത്ത് അല്ലാഹ് പറയുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മനുഷ്യന്റെ ജീവിതത്തെയും ജനനത്തെയും സൃഷ്ടിച്ചവനാണവൻ. ആ ഒരു സംവിധാനം ഉണ്ടാക്കിയത് അല്ലാഹുവാണ്. ഇവിടെ ആളുകൾ ജനിച്ചു വീഴുന്നു, കുറെ കാലം കഴിയുമ്പോൾ അവൻ മരിച്ചു പോകുന്നു. ഇങ്ങനെ മരണമെന്ന സംവിധാനവും ജനനമെന്ന സംവിധാനവും ഇത് രണ്ടും ഉണ്ടാക്കിയവൻ ഏർപ്പെടുത്തിയവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്തിനു വേണ്ടിയാകുന്നു അത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നത് എന്നുള്ള പരിശോധനയ്ക്ക് വേണ്ടി. ആരെല്ലാം ചെയ്യുന്നു എന്നറിയാനല്ല, നേരെ മറിച്ച് എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, ആരാണ് നല്ലത് ചെയ്യുന്നത് എന്നുള്ള പരിശോധനയ്ക്ക് വേണ്ടിയാണ്, ഒരു പരീക്ഷണം എന്ന നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യന്റെ ജനനവും മരണവും സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. ആ പരീക്ഷണങ്ങൾ പല നിലക്കുണ്ടാകും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും പരീക്ഷണങ്ങളുടേതാണ്. വനബ്ലുവകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഖൈർ കൊണ്ടും ഷർറ് കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും. ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും കൊടുക്കാതെയാണ് പരീക്ഷിക്കുക. ചില ആളുകൾക്ക് ഒരുപാട് കൊടുത്തു പരീക്ഷിക്കും. രണ്ടും പരീക്ഷണത്തിന്റെ ഭാഗങ്ങളാണ്. വനബ്ലുവകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഷർറ് കൊണ്ടും ഖൈർ കൊണ്ടും നിങ്ങൾക്ക് നാം പരീക്ഷണങ്ങൾ നൽകും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? മനുഷ്യനെ റബ്ബ് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവന് ഞാൻ ഇന്നത് കൊടുത്തു, ഇന്ന വ്യക്തിക്ക് ഞാനൊന്നും കൊടുത്തില്ല. ചില ആളുകൾക്ക് മറ്റുള്ള ആളുകൾക്ക് ഇല്ലാത്തത് നൽകി ചില ആളുകളിൽ നിന്ന് തടഞ്ഞു വെച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് പരീക്ഷണം എന്ന് പറയുന്നത്. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ, എന്റെ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ അവൻ പതറിപ്പോകുന്നുണ്ടോ, അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് നന്ദികേട് കാണിച്ചുകൊണ്ട് താന്തോന്നിയായി ജീവിക്കുന്നുണ്ടോ, അതോ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ, നന്ദി കാണിച്ചുകൊണ്ട് നല്ലവനായി ജീവിക്കുന്നുവോ നന്ദികേട് കാണിക്കുന്നുവോ എന്നുള്ള പരീക്ഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യരായ നമ്മൾ നമ്മുടെ നാവ് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ അതൊരു പരീക്ഷണമാണ്. കാരണം എന്താണ് നാവ് എന്നതിന്റെ ഉപയോഗം മനസ്സിലാക്കാൻ സാധിക്കാതെ, അത് ഉപയോഗിക്കാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന ആളുകൾ ലോകത്തുണ്ട്. രണ്ട് കണ്ണുകൾ കൊണ്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു പരീക്ഷണമാണ് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന്. നമ്മുടെ കാതുകൾ കൊണ്ട് ഈ ലോകത്ത് പല നിലക്കുള്ള ആനന്ദം പകരുന്ന ആഹ്ലാദം പകരുന്ന വർത്തമാനങ്ങളും സംസാരങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അത് ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണ് പരീക്ഷണമാണ്, നമ്മുടെ നാവ് പരീക്ഷണമാണ്. ജീവിതത്തിൽ അല്ലാഹു എന്തെല്ലാം നിഅമത്തുകളും അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ടോ അതെല്ലാം പരീക്ഷണമാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഒരേ ഒരു ലക്ഷ്യം, ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ, അവൻ നന്ദി കാണിക്കുന്നുവോ അതോ നന്ദികേട് കാണിക്കുന്നു എന്നുള്ള പരിശോധനയ്ക്ക് വേണ്ടി. പരീക്ഷണങ്ങൾ എന്തിനാ അല്ലാഹു നൽകുന്നത്? അതൊരു പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ്. പല നിലക്കുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യനെ നടത്തിക്കൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും എനിക്കൊരു നല്ല അസുഖമുണ്ട്, ഒരുപാട് കാലം ഞാൻ അസുഖമായി കിടക്കുന്നു, ഇത് റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്.
തൊട്ടപ്പുറത്ത് എൻ്റെ ഭാര്യ, എൻ്റെ സഹോദരൻ, എൻ്റെ വാപ്പ നല്ല ആരോഗ്യമുള്ളയാളാണ്. അങ്ങനെ ആരോഗ്യം കൂടിക്കൂടി വരുമ്പോ ഈ ആരോഗ്യം അല്ലാഹ് എനിക്കും നൽകുന്നത് പരീക്ഷണമാണ് എന്ന് ചിന്തിക്കാറില്ല. രോഗത്തെ മാത്രമേ നമ്മൾ പരീക്ഷണമായി കാണാറുള്ളൂ. ഒരു ഭാഗത്ത് ഒരു മനുഷ്യന് ഒരുപാട് സമ്പത്തുണ്ട്, അത് ഒരുപാട് കുന്നുകൂടിയിട്ടുണ്ട്, അവൻ പണം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. അതേ സ്ഥാനത്ത് തൊട്ട് അയൽവാസി അവന്റെ ജീവിതത്തിന്റെ 2 അറ്റങ്ങൾ മുട്ടിക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. ചോർന്നൊരുക്കുന്ന വീട്ടിൽ അവൻ താമസിക്കുന്നു. 2 സഹോദരന് അപ്പുറത്തും ഇപ്പുറത്തുമാണ്. ഒരുത്തിന് പണമുണ്ട്, ഇപ്പുറത്ത് പണമില്ല. ഇല്ലാത്തവൻ കരുതുന്നു അത് അവന് പരീക്ഷണമാണ് എന്ന്. ഉള്ളവനോ അത് പരീക്ഷണമാണെന്ന് ചിന്തിക്കാറില്ല. അപ്പൊ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും പരീക്ഷണമാണ്, കൊടുത്തിട്ടില്ലെങ്കിൽ അതും പരീക്ഷണമാണ്. നോക്കി അല്ലാഹ് പറയുന്നു, വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യിആതി ലഅല്ലഹും യർജിഊൻ. വബലൗനാഹും അവരെ നാം പരീക്ഷിക്കും ബിൽ ഹസനാതി നന്മകൾ കൊണ്ട്. നന്മകൾ എന്ന് പറഞ്ഞാൽ ആരോഗ്യം എന്ന നന്മ, ശാരീരികമായ ശേഷി എന്ന നന്മ, സമ്പത്ത് എന്ന നന്മ, അങ്ങനെ ജീവിതത്തിൽ ഖൈറായിക്കൊണ്ട് എന്തെല്ലാം ഉണ്ടോ അവ കൊണ്ടെല്ലാം നിങ്ങളെ നാം പരീക്ഷിച്ചു കൊണ്ടിരിക്കും. വസ്സയ്യിആതി തിന്മകൾ കൊണ്ടും പരീക്ഷിക്കും. ചില ആളുകൾക്ക് കൊടുത്തത് ഇവിടെ അല്ലാഹ് കൊടുക്കൂല, അവന് കൊടുത്തത് ഇവിടെ കൊടുക്കുന്നില്ല. അപ്പൊ ഇവന്റെ ഭാഷയിൽ അത് സയ്യിഅത്താണ്, തിന്മയാണ്. അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഈ നിലക്ക് ഹസനാത്തുകൾ കൊണ്ടും സയ്യിആത്തുകൾ കൊണ്ടും പരീക്ഷിക്കും. എന്തിനാ പരീക്ഷണം? ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങാൻ വേണ്ടി. എവിടേക്ക് മടങ്ങാൻ? വിശ്വാസപരമായ മടക്കം, അള്ളാഹുവിലേക്കുള്ള മടക്കം. എനിക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ സമ്പത്തില്ല, അല്ലെങ്കിൽ ആരോഗ്യമില്ല, പണമില്ല എങ്കിൽ ഇത് എൻ്റെ റബ്ബിന്റെ തീരുമാനമാണ്. ആ റബ്ബിന് ഇഷ്ടമില്ലാത്ത വഴിയിലൂടെ ഞാൻ അനനുവദനീയമായ സമ്പത്ത് സമ്പാദിച്ചുകൂടാ. ആ ഒരു പരീക്ഷണം അത് നടത്തുക. അത് ചിന്ത അവനിലേക്ക് വരണം. അവനക്ക് കൊടുത്തിട്ടുണ്ട്, അവന്റെ കയ്യിൽ ഉണ്ട്, എനിക്കും അവനെ പോലെ ആകണമെന്നുള്ള ത്വരയും ആ ദുരയും വരുമ്പോ അവൻ ചീത്ത വഴിയിലൂടെ കടന്നു പോകും. ലോട്ടറി എടുക്കാൻ, പലിശക്ക് പണം കൊടുക്കാൻ, മോഷ്ടിക്കാൻ, കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തട്ടിപ്പും നടത്താൻ അല്ലാഹ് പരിശോധിക്കുക. അവനെ കൊടുക്കാതെ ലഅല്ലഹും യർജിഊൻ, അള്ളാഹുവിലേക്ക് മടങ്ങുന്നുണ്ടോ? അവന്റെ മനസ്സും അവന്റെ ഹൃദയവും അവന്റെ കൈകളും അള്ളാഹുവിലേക്ക് ഹലാലായ രീതിയിൽ അത് സമ്പാദിക്കാൻ അവൻ മാർഗം കാണുന്നുണ്ടോ എന്നുള്ള പരീക്ഷണമാണ് കൊടുക്കാതെ അല്ലാഹ് നൽകുന്നത്. അതാ ലഅല്ലഹും യർജിഊൻ. കൊടുത്തവരെയും അല്ലാഹ് പരീക്ഷിക്കും. ഒരുപാട് നല്ല ആരോഗ്യം കൊടുത്ത്, നല്ല കഴിവ് കൊടുത്ത്, എന്നിട്ട് റബ്ബ് പരീക്ഷിക്കാൻ ആ ആരോഗ്യം അവൻ എന്തിന് ചിലവഴിക്കുന്നു, ഏത് മാർഗത്തിൽ ചിലവഴിക്കുന്നു. അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗം പകരം തരാമെന്ന് പറഞ്ഞിട്ട് സത്യവിശ്വാസിയിൽ നിന്ന് സമ്പത്തും ആരോഗ്യവും ശരീരവും അള്ളാഹ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ചില ആൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തത് അവൻ എനിക്ക് വേണ്ടി ചിലവഴിക്കുന്നുവോ അതോ മറ്റുള്ള വഴിയിൽ ചിലവഴിക്കുന്നുവോ? ഏത് നിലക്ക് പരിശോധിച്ചാലും ലഅല്ലഹും യർജിഊൻ, മടങ്ങാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിലേക്ക് മടങ്ങാൻ, അള്ളാഹുവിനെ കുറിച്ച് ബോധമുണ്ടാകുവാൻ. ഇങ്ങനെ അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ ഒരു സത്യവിശ്വാസിയുടെ സമീപനം എന്തായിരിക്കണം? സത്യവിശ്വാസം ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു നിമിഷവും എനിക്ക് റബ്ബിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലം നേടാനുള്ള മാർഗമാക്കി നമ്മൾ നീക്കണം. എന്ത് വന്നാലും അത് എന്റെ ശിക്ഷക്ക് കാരണമായി മാറരുത്. എനിക്ക് എന്ത് ദുരിതമുണ്ടായാലും എന്ത് പ്രയാസമുണ്ടായാലും എന്റെ പരലോക ജീവിതത്തിന് കോട്ടവും നാശവും വരുന്ന രൂപത്തിലാകുവാൻ പാടില്ല. എല്ലാ പരീക്ഷണങ്ങളിലും ഞാൻ വിജയിക്കണം. അല്ലാഹ് എന്റെ ജീവിതത്തിൽ എന്ത് തീരുമാനമുണ്ടാക്കിയാലും സമ്പത്തില്ലാതെ കഷ്ടപ്പെട്ട് പാപ്പരനായി ഞാൻ രോഗം ബാധിച്ച് അതിശക്തമത്തായ ഒരവസ്ഥയിലേക്ക് രോഗമെത്തിയും ദുർബലമായി പോയി ഞാൻ, എങ്കിലും എന്ത് സംഭവിച്ചാലും അള്ളാഹുവിനെ മറന്നുകൊണ്ട് എന്റെ ജീവിതം മുന്നോട്ട് പോകുവാൻ പാടില്ല. ആ ഒരു വിശ്വാസ ദാർഢ്യത അതാ സത്യവിശ്വാസികളിൽ വേണ്ടത്. അതാണ് പരീക്ഷണത്തിന്റെ ലക്ഷ്യം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അജബൻ ലി അംരിൽ മുഅ്മിൻ. സത്യവിശ്വാസികളുടെ കാര്യം വളരെ അത്ഭുതകരമാണ്. പലപ്പോഴായ ഖുതുബകളിലും ക്ലാസുകളും കേൾക്കുന്ന ഒരു ഹദീസ. ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കുക. അജബൻ ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതകരമാണ്. കാരണം എന്താ? ഇന്നൽ അംറ കുല്ലഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. എല്ലാം ഖൈറ, ശർറ് എന്ന ഒന്നില്ല, മോശമായ ഒന്നില്ല. എന്തുണ്ടായാലും ഖൈർ. അതെങ്ങനെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അവന്റെ ജീവിതത്തിൽ അവനൊരു നന്മ ലഭിച്ചാൽ അവൻ അൽഹംദുലില്ലാഹ് എന്ന് പറയും, ശക്കറ, നന്ദി കാണിക്കും. സഹോദരങ്ങളെ, ഇന്നേ വരെ നമ്മൾ ആരെങ്കിലും
ഭക്ഷണം കഴിച്ച് പറയുന്ന അൽഹംദുലില്ലാ എന്നുള്ളതല്ലാതെ, തുമ്മിയാൽ പറയുന്ന അൽഹംദുലില്ലാ എന്നുള്ളതല്ലാതെ എനിക്ക് എന്റെ റബ്ബ് നടക്കാൻ 2 കാല് തന്നിട്ടുണ്ടല്ലോ. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ, ചുണ്ടുകള്, ഒരു നാവ് സംസാരിക്കാൻ, 2 കണ്ണുകള്. ഈ കണ്ണുകൊണ്ട് ലോകത്തിന്റെ എന്തെല്ലാം സൗന്ദര്യങ്ങള്, ആഡംബരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. റബ്ബേ, ഇതില്ലാത്ത എത്ര ആളുകളുണ്ട്. കണ്ണ് ഉണ്ടായിട്ട് കാണാൻ കഴിയാത്ത ആളുകൾ എത്രയുണ്ട്. എത്ര കഷ്ടപ്പെടുന്നവരാണ് അവർ. ഒന്ന് ഇറങ്ങി നടക്കാൻ പോലും പരസഹായമില്ലാതെ സാധിക്കുന്നില്ല. ലോകത്തിന്റെ സൗന്ദര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഞാൻ ജനിച്ച ആ നിമിഷം മുതൽ ഈ 40-45 വരെ ലോകത്തിന്റെ സൗന്ദര്യങ്ങൾ, പടച്ചതമ്പുരാന്റെ ലോകത്തിന്റെ വ്യവസ്ഥകളും സംവിധാനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, എനിക്ക് എന്റെ റബ്ബ് കണ്ണു തന്നതിന്റെ പേരിൽ എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും അവരവരോട് ചോദിക്കുക, എന്തിനാ അള്ളാഹ് സൃഷ്ടിച്ചത്? എന്തിനാ പരീക്ഷണം? നേരത്തെ ഞാൻ പറഞ്ഞു, ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ, നന്ദി കാണിക്കുന്നോ അതോ നന്ദികേട് കാണിക്കുന്നോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടി. അപ്പൊ സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ എന്ത് ഖൈറുണ്ടായാൽ അൽഹംദുലില്ലാ എന്നുള്ള വാക്ക് വരണം. ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ, പള്ള നിറഞ്ഞാൽ മാത്രം പോരാ. എന്റെ 2 കാല് കൊണ്ടും നടക്കാൻ സാധിക്കുന്നു എങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയണം. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ, നമ്മുടെ ഈ കൈകാലുകള് ഇഷ്ടം പോലെ ചലിപ്പിക്കുക. ഈ കൈ ഇങ്ങനെ വടി പോലെ നീണ്ടു നിന്നാൽ എന്തിനു പറ്റും സഹോദരന്മാര്? അതിലെ ഓരോ മടക്കുകള് നമ്മൾ ഇഷ്ടപ്രകാരം നമ്മളെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു നിയമത്താണെന്ന് ബോധ്യപ്പെടൂല. അത് ഉപയോഗിക്കുമ്പോ എന്തെങ്കിലും അപകടം പറ്റണം, അപ്പോഴേ അറിയൂ ഇതൊരു പരീക്ഷണമാണ്. അത് തന്ന് പരീക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? അൽഹംദുലില്ലാ എന്ന് പറയാൻ. അപ്പൊ സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. അവന് നല്ലത് കിട്ടിയ അൽഹംദുലില്ലാ എന്ന് പറയും. ഇനി വല്ല ബുദ്ധിമുട്ടും വന്നാലോ അവൻ ക്ഷമിക്കും, അതും അവന് ഖൈറ. ഈ നിലക്ക് നമ്മുടെ ജീവിതം എന്തായിരിക്കണം? ഒരിക്കലും റബ്ബിന്റെ നിയമങ്ങൾക്ക് മുമ്പിൽ പാളിപ്പോകുവാൻ പാടില്ല. റബ്ബിന്റെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ തെറ്റിപ്പോകുവാൻ പാടില്ല. എപ്പോഴും ഖൈറായിട്ടുണ്ടായിരിക്കണം, നന്മയിലായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, ഞാന് അത്യാവശ്യം ഈ നാട്ടിൽ നന്നായി ജീവിക്കുന്ന ഒരാൾ ഞാനാണ്, വലിയ കുഴപ്പമില്ലാതെ 5 നേരം പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുന്ന ആൾ ഞാനാണ്, കൃത്യമായി നമസ്കരിക്കുന്ന ഒരാളുണ്ടെങ്കിലും അതും ഞാനാണ്. പിന്നെ എന്താ എനിക്കിങ്ങനെ പരീക്ഷണങ്ങൾ വരുന്നത്? അപ്പൊ പിന്നെ നമസ്കരിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലേ? സക്കാത്ത് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ലേ? സദഖ കൊണ്ട് ഒരു ഫലവും ഇല്ലേ എന്ന് ചിന്തിക്കുകയും എന്നിട്ട് സൽക്കർമ്മങ്ങൾ നിർത്തിവെക്കുകയും ചെയ്യുന്ന പ്രവണത ചില ആളുകൾ കണ്ടുവരാറുണ്ട്. നന്മ ചെയ്തിട്ടൊന്നും വലിയ കാര്യമല്ല. ഒരുപാട് കാലമായി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ നാട്ടിൽ ആരും ദീനീ രംഗത്ത് സജീവമായിട്ടില്ല. ഈ നാട്ടിലെ ആരും ദീനീ രംഗത്ത് സജീവമായിട്ട് കാണുന്നില്ല. ഞാൻ സജീവമായി രംഗത്തുണ്ട്. പക്ഷെ എന്ത് പരീക്ഷണം വന്നാലും അത് എനിക്കാണല്ലോ. രോഗം അത് എനിക്കാണ്, കഷ്ടപ്പാടുകൾ അത് എനിക്കാണ്. വീട്ടിൽ ഇന്ന് ഞാൻ വീണു കാല് മുറിഞ്ഞു, നാളെ ഭാര്യ വീണു കാല് മുറിഞ്ഞു, അതൊക്കെ മാറിയപ്പോൾ കുട്ടികൾക്ക് അസുഖമായി, എന്നും പ്രയാസം, എന്നും ദുരിതം. ഇതെന്താ റബ്ബേ എല്ലാ നന്മയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ റബ്ബ് ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്? അവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിലും അടിക്കടി പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സാമ്പത്തികമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, ഏത് നിലക്കാകട്ടെ, മനസ്സിലാക്കേണ്ട വിഷയം എന്താ? അല്ലാഹ് എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ തോറ്റു എന്നല്ല, ഞാൻ പരാജയപ്പെട്ടു എന്നല്ല, ഞാൻ നശിച്ചു എന്നല്ല, നേരെ മറിച്ചും എന്റെ റബ്ബ് എന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, എന്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അല്ലാഹ്ക്ക് ആരെയാണോ ഇഷ്ടം അവനെ കൂടുതൽ പരീക്ഷിക്കുന്ന. നമ്മൾക്കും അറിയാലോ, നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ എപ്പോഴും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആരനെ അധികം വിളിക്കുക, മോനെ അത് പോയി വാങ്ങിക്കൊടുന്ന, ഇത് വാങ്ങിക്കൊടുന്ന, അതിങ്ങോട്ട് എടുത്ത എന്ന് പറയാൻ നമ്മൾ ആരെയാണ് അധികം വിളിക്കുക? നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരാണോ വീട്ടിലുള്ളത് അവരെ നമ്മൾ വിളിക്കുക. അത് അവൻ ഈ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ ആ ചെയ്യുന്ന ജോലി അവന് പ്രയാസമായിട്ട് തോന്നുകയുമില്ല, സന്തോഷമാണ് രണ്ടു കൂട്ടർക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ പറയുന്നു, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയ്യുന്നാസി അശദ്ദു ബലാഅൻ, ആർക്കാണ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാവുക, പരീക്ഷണമുണ്ടാവുക? ആരെയാണ് അല്ലാഹ് കൂടുതൽ പരീക്ഷിക്കുക? ഒരു സ്വഹാബിയുടെ ചോദ്യമാണ്. അപ്പൊ പ്രവാചകന്റെ മറുപടി, ഖാല അൽ അംബിയാഉ തുമ്മൽ അംസലു ഫൽ അംസൽ, ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുക അമ്പിയാക്കന്മാരാണ്.
ഫൽ അംസൽ, പിന്നെ അതിനോട് അടുത്ത ആളുകൾ, ഫൽ അംസൽ, പിന്നെ അതിനോട് അടുത്ത ആളുകൾ. തഖ്വയുടെ കാറ്റഗറി അനുസരിച്ചുകൊണ്ട്, ഈമാനിന്റെയും ഇഖ്ലാസിന്റെയും ആ പദവി അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ പരീക്ഷണങ്ങൾ വരും. അപ്പൊ ഈമാൻ കൂടുക വേണ്ടത്. അല്ലാതെ എല്ലാ നമസ്കാരവും നിർവഹിച്ചിട്ട്, സത്യം മാത്രം പറഞ്ഞിട്ട്, ദഅവത്ത് കൃത്യമായിട്ട് നിർവഹിച്ചിട്ട്, സദഖ കൃത്യമായിട്ട് കൊടുത്തിട്ട് പിന്നെയും എനിക്ക് പരീക്ഷണമോ, എന്നാ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ പണി നോക്കുകയാണ് എന്ന് പറഞ്ഞ് മാറാൻ പാടില്ല. അള്ളാഹ് ഇഷ്ടപ്പെട്ട വ്യക്തിയെ ശക്തമായ നിലക്ക് പരീക്ഷിച്ചു കൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് അമ്പിയാക്കന്മാരുടെ കഥ അള്ളാഹ് പറഞ്ഞില്ലേ? മക്കളില്ലാതെ കഷ്ടപ്പെട്ട അമ്പിയാക്കന്മാർ, സക്കരിയ നബിയും ഇബ്രാഹിം നബിയുടെയും കഥ എന്തിനാ ഖുർആൻ പറഞ്ഞത്? രോഗം ബാധിച്ചൊരു പ്രവാചകന്റെ കഥ ഖുർആൻ പറഞ്ഞില്ലേ? എന്തിനാ പറഞ്ഞത്? അള്ളാഹുവിന് കൽപ്പന ലഭിക്കുന്നതിന് മുമ്പ് നാട് വിട്ട് ഹിജ്റ പോയ ഒരു നബി കടലിൽപ്പെട്ട് മത്സ്യത്തിന്റെ വയറ്റിൽപ്പെട്ട കഥ അല്ല പറയുന്നത്. എന്തിനാ പറയുന്നത്? ഇങ്ങനെ ഓരോ അമ്പിയാക്കന്മാരുടെ പ്രയാസം നിറഞ്ഞ, ദുരിതം നിറഞ്ഞ ജീവിതത്തിന്റെ മേഖലകൾ, അവർ കഷ്ടപ്പെട്ടതും പരീക്ഷിക്കപ്പെട്ടതും അള്ളാഹുവിലേക്ക് അടുത്തതും പ്രാർത്ഥിച്ചതും എന്തിനാണ് നമ്മെ പഠിപ്പിച്ചത്? ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സ്വാർ. അതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്, ഗുണപാഠമുണ്ട്. ആ പ്രവാചകന് മക്കളില്ലാത്ത പരീക്ഷണം വന്നപ്പോൾ എന്ത് ചെയ്തു? അതാ ഗുണപാഠം. ഈ പ്രവാചകൻ കടലിന്റെ ആഴിയിൽ പെട്ടുപോയപ്പോൾ എന്ത് ചെയ്തു? അതാ നമ്മുടെ ഗുണപാഠം. മറ്റൊരു പ്രവാചകൻ ശക്തമായ രോഗം ബാധിച്ചപ്പോൾ ആ പ്രവാചകൻ എന്ത് ചെയ്തു? പരീക്ഷണമാണത്. അപ്പൊ ഈ നിലക്ക് അള്ളാഹ് നൽകുന്ന പരീക്ഷണങ്ങൾ അമ്പിയാക്കന്മാർക്ക് ശക്തമായിരിക്കും. അതിനർത്ഥം അമ്പിയാക്കന്മാരെ ഇഷ്ടമല്ല എന്നല്ല. പിന്നെ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിലും നന്മയും ഖൈറും ഒക്കെ നമ്മൾ ചെയ്തിട്ടും പരീക്ഷണങ്ങൾ അടിക്കടി ഒന്നിന് പിന്നാലെ മറ്റൊന്നായി വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ എൻ്റെ റബ്ബ് കൈവിട്ടു എന്നല്ല തോന്നേണ്ടത്, എന്നെ എൻ്റെ റബ്ബിന് ഇഷ്ടമാണ് എന്നാ മനസ്സിലാക്കേണ്ടത്. അവിടെ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. നോക്കി നിങ്ങൾ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത് തന്നെ യതീമായിട്ടാണ്. വാപ്പാനെ, സ്വന്തം വാപ്പാനെ കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഏറ്റവും പാവം എന്ന് പറഞ്ഞാൽ പിന്നെ ദുർബലരായി നമ്മൾ കാണുക ആരെ? യതീം കുട്ടിയാണെന്ന് പറയാറുണ്ട് അല്ലേ? ആ ഒരു അവസ്ഥയിലാണ് ഒരു പ്രവാചകൻ ജനിക്കുന്നത്. വലിയൊരു പരീക്ഷണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പിന്നെ തൻ്റെ സംരക്ഷിക്കാനുള്ള മൂത്താപ്പ, 4 വയസ്സായപ്പോൾ മൂത്താപ്പ മരിച്ചുപോയി. 6 വയസ്സായപ്പോൾ പിന്നെ ഉള്ള ഉമ്മ മരിച്ചുപോയി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് തൻ്റെ ദീനീ രംഗവും പ്രബോധനവുമായി വന്നപ്പോഴോ നാട്ടുകാരും ഒറ്റപ്പെടുത്തി, കുടുംബത്തിൽ നിന്ന് ആളുകൾ ആട്ടിയോടിച്ച്. അങ്ങനെ സ്വന്തം ഉമ്മയുടെ കുടുംബക്കാരെന്ന് പറയപ്പെടുന്ന ത്വായിഫിലേക്ക് പോയി. അവിടെ പോയാലെങ്കിലും സമാധാനം കിട്ടുമെന്ന നിലക്ക് ആട്ടിയോടിക്കപ്പെട്ടു. അങ്ങനെ ജനങ്ങളാൽ അവഗണിക്കപ്പെടുന്ന, ജനങ്ങളാൽ ആട്ടിയകറ്റപ്പെടുന്ന, എല്ലാ നിലക്കും മാനസികമായും ശാരീരികമായും വേദനയും പ്രയാസവും അനുഭവിക്കുന്ന ഒരു ജീവിതമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അദ്ദേഹത്തിന് ജനിച്ച എല്ലാ കുട്ടികളും, ആൺകുട്ടികളൊക്കെ മരിച്ചു. നമ്മളാണെങ്കിൽ എന്താ പറയാ, എന്തോ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് അവിടെ നിന്ന് പോയി നോക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയി നോക്കുക. നമ്മുടെ വിശ്വാസം അവിടെ വഴിപിളക്കും. ഇങ്ങനെ വിശ്വാസം പിഴക്കാതെ പിടിച്ചു നിൽക്കുവാനുള്ള മാർഗം അതാ സത്യവിശ്വാസി ആരായേണ്ടത്. അവന്റെ യുക്തി കൊണ്ട് ചിന്തിച്ചുണ്ടാക്കൊണ്ടൊന്നും വേണ്ട, അള്ളാഹ് പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ട് അവൻ എന്താ ചെയ്യേണ്ടത് എന്ന്. ഇൻഷാ അല്ലാഹ് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. അപ്പൊ പറഞ്ഞു വരുന്നത്, നല്ലവനാണ് എന്നതുകൊണ്ട് പരീക്ഷണം ഉണ്ടാകാതിരിക്കൂല എന്ന് കരുതണ്ട. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നല്ലൊരു പ്രവാചകനായി അല്ലേ? ഒരു സ്ത്രീയാൽ സ്വന്തം ആദ്യം വീട്ടിൽ നിന്ന് കുടുംബങ്ങളാൽ പരീക്ഷിക്കപ്പെടുക, സ്വന്തം ജ്യേഷ്ഠന്മാരാൽ. എന്നിട്ട് ഒരു കിണറിൽ ആ പ്രവാചകന് പോയി കിടക്കേണ്ടി വന്നു. അങ്ങാടിയിലെ കച്ചവടച്ചരക്കായി ആളുകൾ എടുത്തുകൊണ്ടുപോയി ചന്തയിൽ വിൽക്കുന്നു. ആരെ? ഒരു പ്രവാചകനെ. അപ്പൊ പ്രവാചകത്വത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങൾ തരണം ചെയ്യുകയാണ്. അങ്ങനെ കൊട്ടാരത്തിലേക്ക് എത്തി. ലോകത്തെ ഏറ്റവും വലിയ ഫിത്നയായ, ഏറ്റവും വലിയ പരീക്ഷണമായ സ്ത്രീയാൽ ആ പ്രവാചകന് പരീക്ഷിക്കപ്പെടുന്നു. ജയിലിലേക്ക് എത്തുന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ. പക്ഷേ നോക്കി നിങ്ങൾ, ഈ അമ്പിയാക്കന്മാരുടെയൊക്കെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രയാസകരമായ പരീക്ഷണം നിറഞ്ഞ ജീവിത ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ക്ഷമിച്ച് ഈമാനോടെ ആദർശ ശുദ്ധി കൈവരിച്ചുകൊണ്ട് അവർ മുറുകെ പിടിച്ചു നിന്നതുകൊണ്ട് അവസാനം എന്താ ഉണ്ടായത്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ ആര് ഭരിച്ചിരുന്നോ ആ ആളുകളെ ഭരിക്കുവാനുള്ള അവകാശം പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അതാണ് പരീക്ഷണങ്ങളിൽ വിജയിച്ചാൽ അള്ളാഹ് ഇഹലോകത്ത് നൽകുന്ന ഗുണം. പരലോകത്ത് വേറെയുണ്ട്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ മറ്റുള്ള സഹോദരന്മാർ ഒന്നിച്ചു വന്ന് നിൽക്കുന്ന രംഗം ഇതൊന്നും ചരിത്രം പറയേണ്ട ആവശ്യമില്ല. ചുരുക്കി പറഞ്ഞു പോകുക കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട്.
അപ്പൊ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പല നിലക്കും പരീക്ഷിക്കും. എത്ര നല്ലവനാണെങ്കിലും പരീക്ഷണം ഉണ്ടാകും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പേരെടുത്ത് പരീക്ഷണം എണ്ണി പറഞ്ഞ ഒരു പ്രവാചകനാണ് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. ശക്തമായ രോഗം ബാധിച്ചു എന്നാണ്. എങ്ങനത്തെ രോഗം? നമ്മളെപ്പോലെ ഇന്ന് 1-2 ദിവസം അല്ലെങ്കിൽ 3-4 ദിവസം അല്ലെങ്കിൽ 4-5 മാസം അല്ല, 18ഓളം വർഷം ചരിത്ര ഹദീസുകൾ കാണാൻ സാധിക്കും. 18ഓളം വർഷം രോഗം ബാധിച്ച പ്രവാചകൻ. എങ്ങനത്തെ രോഗം എന്നറിയോ? കയ്യെങ്ങനെ കുടഞ്ഞാൽ പുഴുക്കൾ താഴെ വീഴും. അങ്ങനത്തെ മാരകമായ രോഗം. നമ്മൾ ഒന്നുകിൽ ജീവൻ അവസാനിപ്പിക്കും. ഇതൊക്കെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ. ഇനി ഇത് സഹിക്കാൻ വയ്യ, ഒരിത്തിരി ഡോസ് മരുന്ന് ചെന്നാൽ ജീവൻ തീർന്നു പോകും. അല്ലാഹ് പരീക്ഷിക്കുക, അവൻ ക്ഷമിക്കുന്നുണ്ടോ? ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ, നന്ദികേട് കാണിക്കുന്നവനാണോ എന്നുള്ള പരിശോധന റബ്ബ് സുബ്ഹാനഹു വ തആല നടത്തുകയാണ്. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷമിച്ച് പിടിച്ചു നിന്നു. അദ്ദേഹത്തിന് അറിയാം, ഈ രോഗം തന്നത് എൻ്റെ പടച്ചവൻ അള്ളാഹുവാണ് എന്ന കൃത്യമായ ബോധം അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ട്. ആ രോഗം വന്നപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു. സമ്പത്തൊക്കെ പോയപ്പോഴോ പിന്നെ ആർക്കും വേണ്ട, കുടുംബം, ഭാര്യയും മക്കളും, ഭാര്യയല്ല ബാക്കിയുള്ള മക്കളെല്ലാവരും അദ്ദേഹത്തെ കൈവിട്ടുപോയി. ആ ഒരു പ്രവാചകൻ ഇത്രയും നിർണായകമായ ഘട്ടം വന്നപ്പോ പിന്നെ മറ്റൊരു വഴിയിലൂടെ തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ ആ പ്രവാചകൻ ശ്രമിച്ചിട്ടില്ല. അല്ലാഹ് പരീക്ഷിക്കുകയാണ്. അയ്യൂബ് നബിക്ക് മുമ്പ് വേറെ നബിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു നബിമാരുടെ ജാറമോ ദർഗയോ ഒന്ന് അന്വേഷിച്ചു പോയിട്ട് അവിടെ നിന്ന് പ്രശ്നം പറഞ്ഞു നോക്കാം, വല്ല പരിഹാരം ഉണ്ടാകുമോ? ഇല്ല. നേരെ മറിച്ച് വദ്കുർ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. വദ്കുർ അയ്യൂബ, അയ്യൂബ് നബിയെ നിങ്ങൾ ഓർക്കുക. അല്ലാഹ് നമ്മളോട് പറയാ, നിങ്ങൾ ആ പ്രവാചകനെ ഓർക്കിൻ. നിങ്ങൾക്ക് ആ പ്രവാചകനിൽ മാതൃകയുണ്ട്. എത്ര മാരകമായ രോഗം ബാധിച്ചാലും, എത്ര നീണ്ട വർഷം നീണ്ടു നിന്നാലും അതിന്റെ പേരിൽ അല്ലാഹു അല്ലാത്ത മറ്റൊരു സൃഷ്ടികളിലേക്ക് തിരിയാൻ പാടില്ല. അതാ അള്ളാഹ് പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മൾ ജയിക്കുന്നോ അതോ തോൽക്കുന്നോ? ജയിക്കപ്പെടാ. ക്ഷമിച്ചു നിന്നാൽ ജയിച്ചു. ക്ഷമിച്ചു നിന്നാൽ ജയിച്ചു. അള്ളാഹുവിൽ അഭയം പ്രാപിച്ചും അവനിൽ മാത്രം തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങി വിശ്വാസം കാത്തു സൂക്ഷിച്ചാൽ അവന് വിജയിച്ചു. ആ വിജയം അയ്യൂബ് നബി നേടി. വദ്കുർ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, എനിക്കിതാ ദുർറ് ബാധിച്ചിരിക്കുന്നു, എനിക്കിതാ വിപത്ത് ബാധിച്ചിരിക്കുന്നു. വഅൻത അർഹമുർ റഹീമീൻ, നീ അർഹമുർ റഹീമീനാണ്, ശിഫ നൽകാൻ കഴിവുള്ളവനാണ്. ആ പ്രാർത്ഥന അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു ഫസ്തജബനാ ലഹു, ഉത്തരം കൊടുത്തു. രോഗം മാറ്റി. നഷ്ടപ്പെട്ടു പോയ സമ്പത്തൊക്കെ തിരിച്ചു കിട്ടി. നമുക്ക് ക്ഷമിക്കാൻ കഴിയണില്ല. നമുക്ക് ഇന്ന് തന്നെ കിട്ടണമൊക്കെ, നാളെ തന്നെ എല്ലാം റെഡിയാകണം. ഏറിക്കഴിഞ്ഞാൽ 2 മാസം അതിൻ്റെ അപ്പുറം പോകാൻ പാടില്ല. ക്ഷമല്ലാത്തവരാ നമ്മൾ. ചിലപ്പോൾ 18 അല്ല, അതിനേക്കാൾ അപ്പുറം നീങ്ങേണ്ടി വരും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം 98 വയസ്സ് വരെ കാത്തു നിന്നു. ഇനി അതിനപ്പുറം കാക്കും അദ്ദേഹം. പക്ഷെ 98 അള്ളാഹ് മക്കളെ കൊടുത്തു. ഒരുപാട് കാലം കുട്ടികൾ, നമ്മളിപ്പോൾ ഏറിക്കഴിഞ്ഞാൽ 2 കൊല്ലം ക്ഷമിച്ചാൽ, പിന്നെ 4, അധികമായാൽ 5, പിന്നെ നമ്മൾ ഓരോ ഭാഗവും സന്ദർശിക്കാൻ തുടങ്ങും. അതാ പരീക്ഷണം. ചിലപ്പം അള്ളാഹ് നൽകും കുട്ടികളെ, ചിലപ്പം നൽകില്ല. അത് റബ്ബിന്റെ തീരുമാനമാണ്. അങ്ങനെ റബ്ബ് ചിലത് നൽകാതിരുന്നാൽ അതിനൊരു ഖൈർ നമ്മൾ കാണണം. കാരണം ഇന്നല്ലാഹ അലീമുൻ ഹകീം. എല്ലാ കാര്യങ്ങളുടെയും യുക്തി അറിയുന്നവൻ അല്ലാഹുവാണ്. അവനാണ് ഖബീർ, അലീം, ഹക്കീം. എന്തിനാ അള്ളാഹ്ക്ക് ഈ പേരുകൾ? അലീം, കാര്യങ്ങൾ നന്നായി അറിയുന്നവൻ. ഖബീർ, അതിസൂക്ഷ്മമായി അറിയുന്നവൻ. ഹക്കീം, യുക്തിപരമായി കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവൻ. അള്ളാഹ് ആ യുക്തിക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ചിലപ്പോൾ നമുക്ക് കിട്ടുന്നതിനേക്കാൾ ഖൈർ കിട്ടാതിരിക്കലായിരിക്കാം. അത് മനസ്സിലാക്കാനുള്ള ആ കഴിവ് നമുക്കില്ല. അപ്പൊ നമ്മൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷമിക്കുകയാണ്, അള്ളാഹുവിൽ ബരമേൽപ്പിച്ചു നിൽക്കുകയാണ്. അവസാനം അള്ളാഹു പറഞ്ഞതെന്താ? ഇന്നാ വജദ്നാഹു സ്വാബിറാ, അയ്യൂബിനെ നാം ക്ഷമിക്കുന്നവനായി കണ്ടു. അള്ളാഹ് പരീക്ഷിച്ചു, പരീക്ഷണത്തിൽ വിജയിച്ചു, സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇന്നാ വജദ്നാഹു സ്വാബിറാ, അയ്യൂബിനെ നാം ക്ഷമിക്കുന്നവനായി കണ്ടു. നമ്മളെ കുറിച്ച് അങ്ങനെ അള്ളാഹ് പറയണം. നമ്മുടെ ജീവിതത്തിന്റെ
ഓരോരോ മേഖലകളും സന്ദർഭങ്ങളും വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ പേരിൽ നമ്മുടെ പ്രവർത്തനവും വിശ്വാസവും ആദർശവും കണ്ടുകൊണ്ട് അല്ല പറയണം, ഇന്നാ വജദ്നാഹു സ്വാബിറാ, അവനെ നാം ക്ഷമിക്കുന്നവനായി കണ്ടു. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. നോക്കി നിങ്ങൾ, എത്ര നല്ല വാക്ക. നിഅമൽ അബ്ദു, വളരെ നല്ല അടിമ. അള്ളാഹു ഒരു പ്രവാചകനെ കുറിച്ച് ആ പ്രവാചകൻ ക്ഷമിച്ചതിന്റെ പേരിൽ പറയാ, ഇന്നഹു അവ്വാബ്, ആ അയ്യൂബ് എന്നിലേക്ക് മടങ്ങുന്നവനായിരുന്നു, അള്ളാഹുവിലേക്ക് മാത്രം മടങ്ങുന്നവൻ, അവരിൽ മാത്രം അഭയം പ്രാപിക്കുന്നവൻ. സഹോദരന്മാരെ, രോഗം ഒരു പരീക്ഷണമാണ്. നമുക്കും ഉണ്ടാകും രോഗങ്ങൾ. ചില ആളുകളിൽ മാനസിക രോഗികൾ എത്ര കാലാ പ്രയാസപ്പെടുന്നത്. കയ്യും കാലും നഷ്ടപ്പെട്ടു പോയ ആളുകൾ. ചില ആളുകൾക്ക് പനി ബാധിച്ചാൽ പനി അങ്ങോട്ട് മാറുന്നില്ല. ചിലപ്പോൾ പനി അങ്ങോട്ട് വിട്ടുപോകും, ഉള്ളിലെ വേദന പോകുന്നില്ല. നമ്മുടെ പ്രയാസങ്ങളാ. എന്നിട്ട് ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. ആര് ചീത്ത പറയുന്നത്? ആരും വരുത്തിയതല്ലല്ലോ പനി. പനി എന്ന അസുഖം, പനി നല്ല എന്ത് അസുഖവും. ഞാൻ രോഗിയായാൽ ശിഫ നൽകുന്നവൻ അള്ളാഹുവാണ്. അപ്പൊ രോഗം നൽകുന്നവനും അള്ളാഹുവാണ്, ശിഫ നൽകുന്നവനും അള്ളാഹുവാ. ഇബ്രാഹിം നബി അള്ളാഹിനെ പരിചയപ്പെടുത്തിയതാ. എനിക്ക് രോഗം വന്നാൽ ശിഫ നൽകുന്നവൻ അള്ളാഹുവാ. രോഗം തരുന്നത് ആരാണ്? ഈ രോഗത്ത് നമുക്ക് എന്ത് സംഭവിച്ചാലും അല്ലാഹുവേ, നീ നൽകുന്നതിനെ തടയാൻ ആരുമില്ല, നീ തടഞ്ഞതിന് നൽകാനും ആരുമില്ല. അപ്പൊ എന്ത് കിട്ടിയാലും ആരുടെ ഭാഗത്ത് നിന്നാ? അല്ല നൽകിയതാ. രോഗമുണ്ടോ? അല്ല നൽകിയതാ. നമ്മൾ നന്നായി ക്ഷമിക്കണം. രോഗം വന്നാൽ നാശാന്ന് കരുതരുത്. തൊലഞ്ഞു, ഞാനാകെ ബുദ്ധിമുട്ടി, പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, ആകെപ്പാടെ പ്രയാസം, പനി, വേദനം എന്ന് പറയാൻ പാടില്ല. നമ്മൾ ചികിത്സിക്കാം. അതൊരു മാർഗമാണ്, വഴിയാണ്. ചികിത്സിക്കാൻ അല്ല നമ്മോട് കൽപ്പിക്കുന്നു. കാരണം ഈ ലോകത്ത് മരുന്നില്ലാത്തൊരു രോഗവുമില്ല. അല്ലാഹു എല്ലാ രോഗത്തിനും, അതിന്റെ അർത്ഥം ശരിക്കും ഹദീസിന്റെ അർത്ഥം ശ്രദ്ധിക്കാം. അല്ല ഒരു രോഗവും ഇറക്കിയിട്ടില്ല, ഇല്ല അൻസലലഹു ശിഫാ, അതിന് ശിഫ ഇറക്കിയിട്ടല്ലാതെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ശിഫ മാത്രമല്ല, ആ രോഗവും ഇറക്കിയവൻ അള്ളാഹുവാണ്. അത്ര മനസ്സിലാക്കാൻ നമ്മൾ, ഇതാ എനിക്ക് രോഗം വന്നു, എന്റെ റബ്ബ് നൽകി, എന്തോ ഒരു ഖൈർ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്, എന്നെ പരീക്ഷിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയാൻ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ചികിത്സിക്കുക, ഹലാലായ വഴികൾ തേടുക. ചില ആളുകൾ കുറെ ചികിത്സിച്ചിട്ട് മാറുന്നില്ല എങ്കിൽ പിന്നെ ഐക്കല്ലുകളും ഏലസുകളും ഉറുക്കുകളും നെറുക്കുകളും അങ്ങനെ പല വഴികളിലൂടെ ആളുകൾ പോകാറുണ്ട്. ഇപ്പൊ ഈ അടുത്ത് തുടങ്ങിയതാണ് പിന്നെ മ്യൂസിക് തെറാപ്പി. മ്യൂസിക് കേൾപ്പിച്ചുകൊണ്ട് ആളുകളുടെ രോഗം മാറ്റുന്ന ചികിത്സാ സമ്പ്രദായം. ഹറാമിനോട് ചികിത്സിക്കാൻ പാടില്ല, അതാ പരീക്ഷണം. നമ്മുടെ ആവശ്യം എന്തുള്ളൂ? എന്റെ രോഗം അങ്ങോട്ട് മാറി കിട്ടിയാൽ മതി, എന്ത് ചെയ്താലും വേണ്ടില്ല. അത് പറ്റൂല. രോഗം മാറുന്നുണ്ടോ അല്ലേ എന്നുള്ളതല്ല, അത് അള്ളാഹു അവന്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ നമ്മൾ സ്വീകരിക്കുന്ന സമീപനം എന്ത് എന്നുള്ളതാണ്. മക്കളില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും വേണ്ടില്ല, എനിക്ക് മക്കളെ കിട്ടണം, അങ്ങനെയല്ല. അല്ല പറഞ്ഞ വഴിയാണോ, പറ്റുന്ന വഴിയാണോ, ഹലാലാണോ, സ്വീകാര്യമാണോ എന്ന് പരിശോധിച്ചിട്ട് വേണം ചെയ്യാൻ. രോഗം വന്നാലും അങ്ങനെ തന്നെ, എല്ലാ വഴികളും സ്വീകരിക്കുക. എന്നിട്ട് എന്റെ രോഗം മാറിയാലും മതി, ആ സ്വീകരിച്ച വഴി ഹറാമാണോ, ആ പ്രശ്നമൊന്നും എനിക്കില്ല എന്ന് പറയാൻ പറ്റില്ല സത്യവിശ്വാസി. കാരണം നിങ്ങൾ ഹലാല് കൊണ്ട് ചികിത്സിക്കണം, പ്രവാചകന്റെ കൽപ്പനയാണ്. ഹറാമ് കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പണ്ടേ പറഞ്ഞത്? ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചില ആളുകളും ഒരു കാലഘട്ടത്തിൽ വരുമെന്ന് അള്ളാഹ്ക്കറിയാം. ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ആ അള്ളാഹു വഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. തദാവു ബിൽ ഹലാൽ, ഹലാല് കൊണ്ടേ ചികിത്സിക്കാവും. രോഗം മാറുന്നില്ലേ? ക്ഷമിച്ചോ. എന്ത് ചെയ്തിട്ടും മാറുന്നില്ലെങ്കിലോ പ്രതിഫലമാ സുഹൃത്തുക്കളെ. രോഗം വന്നാൽ പ്രതിഫലമാണ്. നോക്കി നിങ്ങൾ, പ്രവാചകൻ പറയുന്നു, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്ത ശൗകത യുശാഖുഹാ ഇല്ലാ ഗഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ, ഒരു മുസ്ലിമിന് ഒരു വിഷമം ബാധിച്ചാൽ, ഒരു ക്ഷീണം ബാധിച്ചാൽ, വലാ ഹമ്മിൻ വലാ ഹസനിൻ, അവന് ദുഃഖമോ പ്രയാസമോ ബാധിച്ചാൽ, വലാ അദൻ വലാ ഗമ്മിൻ, സങ്കടവും ദുഃഖവും പ്രയാസവും ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ, എന്തുണ്ടായാലും ഹത്ത ശൗകത യുശാഖുഹാ, കാലിൽ ഒരു മുള്ള് തറച്ചാൽ പോലും ഇല്ലാ ഗഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു, അതിലൂടെ അല്ലാഹു അവന്റെ പാപം പുറത്തു കൊടുക്കുന്ന. 2 ദിവസം പനിച്ചു കടന്നാൽ അല്ലാഹു പാപങ്ങൾ ഇങ്ങനെ പുറത്തു തരും. പിന്നെ എന്തിനാ നമ്മൾ പനിയെ ചീത്ത പറയുന്നത്? എന്തിനാ അസുഖത്ത് നമ്മൾ അനാവശ്യം പറയുന്നത്?
അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കും ഖലാ ഖദറിനും എതിരിൽ എന്തിന് നമ്മൾ സംസാരിക്കുന്നു? അപ്പൊ എന്ത് പ്രയാസമുണ്ടായാലും റബ്ബ് എനിക്ക് നൽകിയ ഖൈറാണ് എന്ന നിലക്ക് അവൻ ക്ഷമിക്കണമെന്ന ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു, അവന്റെ പാപങ്ങൾ അള്ളാഹ് അതിലൂടെ ഇങ്ങനെ പുറത്തു കൊടുക്കും. വേറെ ഹദീസിൽ എന്താ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഉണങ്ങിയ മരത്തിന്റെ ചില്ല പിടിച്ച് കുലുക്കിയാൽ ആ മരത്തിൽ നിന്ന് ഇല പൊഴിയുന്നത് പോലെ രോഗം ബാധിച്ച പ്രയാസം ബാധിച്ച മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും അവൻ ചെയ്ത പാപങ്ങൾ ഇങ്ങനെ ഇല്ലാതെയായി തീരും. പക്ഷെ എന്തു വേണം? ക്ഷമിക്കണം. പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ സാധിക്കണം. അല്ല 4 വർത്താനം പറഞ്ഞ് എല്ലാവരും ചീത്ത അറിഞ്ഞ് രോഗം പിടിച്ച് 4 ദിവസം കടന്ന അടുത്തേക്ക് ആര് വന്നാലും അവരോടൊക്കെ ദേഷ്യം, എല്ലാവരോടും കൂർപ്പിച്ച മുഖം, അങ്ങനെ ക്ഷമയില്ലാത്ത സംസാരവും പ്രകൃതവുമായി നടന്ന അവസാനം ഇനിയിപ്പോൾ എന്താ കാട്ട്, ക്ഷമിക്കല്ലാണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആദ്യമേ ക്ഷമിക്കാൻ തുടങ്ങണം. ഇത് എൻ്റെ റബ്ബ് നൽകിയതാണ് എന്നുള്ള ബോധം വേണം. അപ്പൊ നമ്മൾ ക്ഷമിക്കുക, ചികിത്സിക്കുക. എന്നിട്ടും മാറുന്നില്ല എന്ന് വെക്കുക. എത്ര ചികിത്സിച്ചാലും മാറുന്നില്ല. എല്ലാ ഡോക്ടർമാരെയും കണ്ടു, എല്ലാ ഡോക്ടർമാരും ഒഴിവാക്കി. അപ്പൊ നമ്മളോട് ആരോ പറഞ്ഞു അവിടെ നിന്ന് പോകിൻ എന്ന് പറഞ്ഞാൽ പോകരുത്. അതാണ് പരീക്ഷണം സഹോദരന്മാരെ. ഒന്ന് വെറുതെ പോയാൽ മതി എന്നൊരാൾ പറഞ്ഞാൽ പോകരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്റെ രോഗം മാറിയില്ലെങ്കിലും പ്രശ്നമില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വഴിയിലൂടെ ഞാൻ നീങ്ങുകയില്ല. കാരണം എന്റെ ഈ ഒരു രോഗത്തിലൂടെ പടച്ച തമ്പുരാൻ എന്റെ ജീവിതത്തെ പരീക്ഷിക്കുകയാണ്, എന്റെ ഈമാനിനെ പരീക്ഷിക്കുകയാണ്. എനിക്ക് വേണ്ടത് സ്വർഗമാണ്. അതിന് രോഗമാണെങ്കിൽ പോലും ഞാൻ ക്ഷമിച്ചും സഹിച്ചും നിൽക്കാൻ തയ്യാറാണ്. അതാ വിശ്വാസത്തിന്റെ വിജയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് ഒരു സ്ത്രീ, ഒരു കറുത്ത സ്ത്രീ വരിക. ഇംറഅത്തുൻ സൗദാ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരിയായ കറുത്ത ഒരു സ്ത്രീ. എന്തുകൊണ്ടാ സ്വർഗത്തിൽ പോയത്? എന്തുകൊണ്ടാ സ്വർഗത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? രോഗിയായിരുന്നു അവർ. അപസ്മാര രോഗം, തല കറങ്ങി താഴെ വീഴും, വീണാൽ കൈകാലിട്ടടിക്കുന്ന ആ രോഗം എന്നാ പറയാ. ആ രോഗമുള്ള സ്ത്രീ വന്നിട്ട് പറയുന്ന, പ്രവാചകരെ എനിക്കതാ ഇന്ന രോഗമുണ്ട്, പ്രയാസമുണ്ട്, നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം എന്റെ അസുഖം മാറാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങളുടെ രോഗം മാറാൻ ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങളുടെ രോഗം മാറും ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അത് ശിഫയാക്കി തരും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പക്ഷം സബർത്തി, നിങ്ങൾ ക്ഷമിക്കുകയാണ് എങ്കിൽ ഫലക്കിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം നൽകുന്നുണ്ട് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സ്ത്രീ പറയാ, എങ്കിൽ അസ്ബിർ, ഞാൻ ക്ഷമിക്കാം. പ്രവാചകരെ, നമുക്കുള്ള പാഠങ്ങൾ അതാണ്, നമുക്കുള്ള മാതൃക കൂടിയാണ് അവര്. സ്വർഗം ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ ആ രോഗത്തിന്റെ പേരിൽ ക്ഷമിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ആ സഹോദരി പറയുകയാണ്. അപ്പൊ എന്താ പറഞ്ഞതിന്റെ അർത്ഥം? രോഗം മൂർച്ഛിച്ച് അത് അധികമായി നമ്മൾ രോഗം ശക്തമായി കൊണ്ടിരുന്ന് ചികിത്സിച്ചിട്ടൊന്നും മാറുന്നില്ല എങ്കിലും നമ്മുടെ ഈമാൻ തെറ്റിപ്പോകുവാൻ പാടില്ല. അതിന്റെ പേരിൽ പിടിച്ച് ക്ഷമിച്ചു നിന്നാൽ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് പരീക്ഷണത്തിൽ അവിടെ വിജയിക്കണം, വിജയിച്ചാലേ സ്വർഗം കിട്ടുകയുള്ളൂ. ഇങ്ങനെ ഇതൊക്കെ പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളാണ്. അതേ സ്ഥാനത്ത് ചില ആളുകൾ ജനിക്കുമ്പോൾ തന്നെ കണ്ണില്ല, കണ്ണുണ്ടാവുമല്ലോ, ജനിക്കുമ്പോൾ തന്നെ 2 കണ്ണും ഇല്ല, അല്ലെങ്കിൽ കണ്ണുണ്ട് കാഴ്ചയില്ല. അതൊരു വലിയൊരു പരീക്ഷണ. നമുക്കതിന്റെ വില അറിയില്ല. നമ്മൾ നിത്യേന എന്നോണം കണ്ണുകൊണ്ട് കാണുന്നു, സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു, അല്ലേ? എന്നാൽ ചില ആളുകളോ, ഈ ആളുകൾ വളർന്നു വലുതായി ചിലപ്പോൾ അതേപോലെയുള്ള ഏതൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവർക്ക് 2 പേർക്കും മക്കളുണ്ടായി, ആ സ്വന്തം കുട്ടിയുടെ മുഖത്തൊന്ന് നോക്കാൻ പോലും സാധിക്കാത്ത മാതാപിതാക്കൾ, അല്ലേ? എത്ര നമ്മുടെ കൂട്ടത്തിലുണ്ട്. തന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞിന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും കഴിയാത്ത, അതിന് തൗഫീഖ് ലഭിച്ചിട്ടില്ലാത്ത മാതാപിതാക്കൾ. ആ സ്ഥാനത്ത് അള്ളാഹ് കണ്ണ് വേറുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഈ ആളുകൾക്കൊരു ബുദ്ധിമുട്ടാണത്, ആണല്ലോ. ആ അവർക്കില്ലാത്ത ബുദ്ധിമുട്ട് ഇവർക്കുണ്ടായാൽ പ്രതിഫലം വേണം. പക്ഷേ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ക്ഷമിച്ചേ പറ്റൂ. എന്റെ റബ്ബ് എന്നെ എങ്ങനെ കാട്ടിയത്? എന്നോട് അനീതി കാണിച്ചു, ഇങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു, അവർക്കൊക്കെ കണ്ണു കൊടുത്ത് എനിക്ക് കണ്ണ് തരാഞ്ഞത് എന്നോട് കാണിച്ച അക്രമമല്ലേ എന്നൊക്കെ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ വലിയ കാര്യമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യഫ്അലു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യും. വയഹ്കുമു മാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് തീരുമാനിക്കും. ആ തീരുമാനം അവൻ നടപ്പിലാക്കുകയും ചെയ്യും. ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല, അതിനാർക്കും അർഹതയുമില്ല. പിന്നെ കിട്ടുന്നതൊക്കെ എന്താ? ഔദാര്യം മാത്രമായിട്ട് കരുതുക, അള്ളാഹിന്റെ ഫദ്ല് മാത്രമായിട്ട് കരുതുക.
അള്ളാഹുവിന്റെ റഹ്മത്ത് മാത്രമായിട്ട് കരുതുക, അവന്റെ നിഅമത്ത് മാത്രമായിട്ട് കണക്കാക്കുക. കിട്ടിയിട്ടില്ലെങ്കിലോ അള്ളാഹുവിന്റെ എന്തോ ഒരു യുക്തി എന്ന് കരുതുക, എന്നുള്ളതിൽ ക്ഷമിക്കുക. നോക്കി, നിങ്ങൾ പ്രവാചകൻ പറയുന്നു, ഇദബ്തലൈതു അബ്ദി ബിഹബീബതൈഹി ഫസ്വബറ അവ്വലതു ലഹുമാ മിൻഹുമൽ ജന്ന. ഇദബ്തലൈതു അബ്ദി, എന്റെ ജീവിതം, എന്റെ അടിമയെ ഞാൻ പരീക്ഷിക്കുകയാണ്, ബിഹബീബതൈഹി, അവന്റെ ഹബീബത്തുകൾ കൊണ്ട്. എന്താ ഹബീബത്ത്? അവന്റെ ഏറ്റവും പ്രിയങ്കരമായ രണ്ടെണ്ണ. കണ്ണിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ പദമാണ്. കണ്ണില്ലാത്തതിന്റെ പേരിലും ഒരാൾ ക്ഷമിച്ചാൽ ഫസ്വബറ അവ്വലതു ലഹു മിൻഹുമുൽ ജന്ന, അതിന് പകരമായിട്ട് നാം അവന് സ്വർഗം പ്രദാനം ചെയ്യും എന്നാണ്. അത് ഒരു അവയവത്തിന്റെ കാര്യമല്ല പറഞ്ഞു എന്നേ ഉള്ളൂ. ചെവി കേൾക്കാത്ത ആളുകളില്ലേ, സംസാര ശേഷിയില്ലാത്ത, ചെറുനാക്കില്ലാത്ത, അതിന്റെ പ്രവർത്തനം നടക്കാത്ത ആളുകളില്ലേ, നടക്കാൻ കഴിയാത്ത ആളുകളില്ലേ, ഇല്ല, ഇരുന്ന് നിറങ്ങുന്ന ആളുകൾ, ഉരുണ്ട് നടക്കുന്ന ആളുകൾ, കയ്യിൽ കുത്തി നടക്കുന്ന ആളുകൾ, കാൽമുട്ടിൽ ഇഴഞ്ഞു നീങ്ങുന്ന ആളുകൾ, ഇതൊക്കെ പരീക്ഷണങ്ങളാ. അതിന്റെ പേരിൽ ക്ഷമിച്ചാൽ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകും. അവിടെ വിശ്വാസം വഴിവിളക്കാൻ പാടില്ല, ആദർശം വഴിപിഴക്കാൻ പാടില്ല. സഹോദരന്മാരെ, ജീവിതം മുഴുവൻ ചിലപ്പോൾ പരീക്ഷണങ്ങളായെന്ന് വരും. ചില ആളുകൾ അങ്ങനെ ഉണ്ടാകും, എന്തിലേക്ക് ഇറങ്ങിയാലും ഖൈറില്ല, എപ്പോഴും പ്രശ്നങ്ങൾ, എപ്പോഴും പ്രയാസങ്ങൾ, എപ്പോഴും എവിടെയും പ്രയാസം മാത്രമല്ല, സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും പ്രശ്നങ്ങൾ, എവിടെയും ഒരു സമാധാനത്തോടെ നടക്കാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ തോന്നി, എന്തിനാ ഞാൻ ജീവിക്കുന്നത്, ആർക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്, മതി ജീവിച്ചത്. ഒരു കഷ്ണം കയറ്, അല്ലെങ്കിൽ ഒരു ബ്ലേഡ്, അല്ലെങ്കിലോ ഒരു തിരുമരുന്ന്, ജീവിതം അവസാനിപ്പിക്കാൻ പാടില്ല. നമ്മൾ ആരാൽ അകറ്റപ്പെട്ടാലും, ആരാലും തള്ളപ്പെട്ടാലും, എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികൾ ഉണ്ടായാലും അവിടെയൊക്കെ പിടിച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയണം. അതിന് നമുക്ക് അമ്പിയാക്കന്മാരുടെ മാതൃക അല്ലാഹ് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നല്ലൊരു മാതൃകയാണ്. മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മില്ലത്തിന് നിങ്ങൾ പിൻപറ്റണം. ഇബ്രാഹിം ഈ മില്ലത്ത് വലിയൊരു വിഷയം, ഒരുപാട് കാര്യങ്ങൾ വരുന്ന ഒരു ജീവിതം, വലിയൊരു തലമുറ എന്ന് പറയാവുന്ന ഒരു ജീവിത വ്യവസ്ഥയായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെത്. എത്രയും പറയാൻ പറ്റുന്ന വിശുദ്ധ ഖുർആൻ നമുക്ക് ചരിത്രം വിശദീകരിച്ചു തരുന്നുണ്ട്. അതിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ചപ്പോൾ എന്താണ്ടായത്? സ്വന്തം വാപ്പ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുക. സ്വന്തം വീട്ടിൽ നിന്ന്, നമ്മൾ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് സ്വന്തം പിതാവ് ആട്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പരീക്ഷണമാണ്. നമ്മൾ പലപ്പോഴും അത് അനുഭവിച്ചിട്ടില്ല. പക്ഷെ അത് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? കുറച്ച് ആദർശം വേണം, ദീന് വേണം, ഈമാന് വേണം. നാട്ടുകാരെങ്ങനെയാ അവർക്കൊപ്പിച്ചിങ്ങനെ നടന്നു കൊടുത്താൽ ചിലപ്പം പരീക്ഷണങ്ങളൊന്നും ഉണ്ടാവൂല. എല്ലാവരും മുമ്പിൽ ചിരിച്ചു കൊടുക്കുക. അവർ എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് പ്രശ്നമല്ല, നമ്മളും അവർ തമ്മിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകാത്ത കോലത്തിൽ ഇങ്ങനെ പോണം എന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് യഥാർത്ഥ ഈമാനിന് യോജിച്ച ജീവിതമല്ല. ആദർശ ശുദ്ധി വലിയ വിഷയമാണ്. കുടുംബത്തിൽ അവൻ തെറ്റു ചെയ്താൽ, സ്വന്തം വാപ്പ തെറ്റു ചെയ്താൽ, കുടുംബത്തിൽ ആര് തെറ്റു ചെയ്താലും തെറ്റ് തെറ്റാണെന്ന് നോക്കി പറയാനുള്ള ആർജവം ഈമാനുള്ളവന് വേണം. അപ്പോ തൽക്കാലം മോനെ വിട്ടു നിന്നടാ എന്ന് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. അവിടെ പരീക്ഷണം. അങ്ങനെ പറയുമ്പോൾ തന്റെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും ഉറച്ചു നിൽക്കുവാനും സാധിക്കണം. ഇബ്രാഹിം നബി അള്ളാഹുവിലേക്ക് തന്റെ പിതാവിനെ ക്ഷണിച്ചു, വീട്ടുകാരെ ക്ഷണിച്ചു. വാപ്പ എന്താ പറഞ്ഞത്? ഞങ്ങൾ സമ്മതിച്ചോളാന്നാണോ? അല്ല. ലൈലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയാ, ഇബ്രാഹിമേ, നിന്റെ ഈ പ്രവർത്തനം നീ നിർത്താത്ത പക്ഷം ലഅർജുമന്നക, നിന്നെ നാം എറിഞ്ഞുകൊല്ലും, വഹ്ജുർനി മലിയാ, അല്ലെങ്കിൽ പോയിക്കോ, ഇവിടെ വേണ്ട. വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ പ്രവാചകൻ? ഇതല്ലേ പരീക്ഷണം? ഇതിനാ പരീക്ഷണം എന്ന് പറയാം. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും ചിലപ്പോ ആദർശത്തിന്റെ മേഖലയിൽ പരീക്ഷണത്തിന് വിധേയമായി എന്ന് വരാം. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുറെ കഴിഞ്ഞിട്ട് അദ്ദേഹം നമ്രൂദിനാൽ പരീക്ഷിക്കപ്പെട്ടു, തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടു. ചരിത്രം വിശദീകരിക്കുന്നത് നമുക്കൊക്കെ അറിയാം. പക്ഷെ അവിടെ പറഞ്ഞ എന്താ? ഞാൻ തീയിലേക്ക് ചാടുന്നില്ല, നിങ്ങൾ പറഞ്ഞ പോലെ നിൽക്കാം എന്ന് പറയുന്നില്ല. അതാണ് പരീക്ഷണത്തിലെ വിജയം. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ, എനിക്ക് അല്ലാഹ് മതി, അല്ലാഹ് മതി. അല്ലാഹ് എന്നുള്ള ആ വിളി സഹോദരന്മാരെ, അത് വലിയൊരു സമാധാനം കൊടുക്കുന്ന സംഗതിയാണ്. എന്ത് പരീക്ഷണം വന്നാലും ഫൈനി ഖരീബ്, ഞാൻ അടുത്തുണ്ട് എന്നുള്ള അള്ളാഹുവിന്റെ സാമീപ്യത്തെ കുറിച്ചുള്ള ബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അതാ. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക. നമ്മളൊരു ഭാഗത്ത് വീട് വെക്കുകയാണെങ്കിൽ നമ്മുടെ സമാധാനം എന്താ? നമ്മുടെ സമാധാനം? അടുത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, വലിയ പേടിക്കാനില്ല.
തൊട്ടടുത്ത് എല്ലാ സൗകര്യങ്ങളുമുള്ള പിന്നെ സ്കൂളുണ്ട്, വാഹന സൗകര്യമുണ്ട്, നല്ല റോഡുണ്ട്, പിന്നെ പെര പൂട്ടിയിട്ടുണ്ട്, അപ്പുറത്ത് അതുണ്ട് ഇതുണ്ട്, ഇതൊക്കെ നമ്മൾ അടുത്തുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷെ ഫീൽ ചെയ്യാത്ത ഒന്നുണ്ട്, അതേതാ? ഞാൻ അടുത്തുണ്ട്. അതാ സഹോദരന്മാർ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാറില്ല. വിഷയം അതെല്ലാം മാറിപ്പോകുന്നുണ്ട്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്ക് എന്റെ റബ്ബ് മതി. അദ്ദേഹം ആ അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. പരീക്ഷണമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴോ മക്കളില്ലാത്ത പരീക്ഷണം. പ്രാർത്ഥിച്ച് 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 റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, നാദാ സ്വാലിഹായ മകനെ എനിക്ക് നീ പ്രദാനം ചെയ്യണമേ. നിന്റെ കാരുണ്യത്തെ തൊട്ട് ഞാൻ നിരാശനല്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം റബ്ബ് കുഞ്ഞിനെ കൊടുത്തു. പരീക്ഷണം. ആ കുഞ്ഞിനെ കൊണ്ടുപോയി ആക്കി തിരിച്ചു പോരണം മക്ക രാജ്യത്ത്, വിജനമായ പ്രദേശം. അന്ന് ഹദീസിൽ കാണുന്നത് ഒരു മരം മാത്രം അവിടെ ഉണ്ടായിരുന്നു. ആ മരത്തിന് സമീപത്ത് ഒരു തോൽപാത്രത്തിൽ അല്പം വെള്ളവും ഉണക്കക്കാരക്കയും വെച്ചു കൊടുത്തുകൊണ്ട് ആ ഭാര്യയെയും മകനെയും അദ്ദേഹം ആക്കി പോരുക. പരീക്ഷണമാണത്. നമുക്കതിൻ്റെ ആ പ്രയാസം അറിയില്ല, അനുഭവിച്ചാലേ അറിയൂ. സ്വന്തം മകനെ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ ആരാരുമില്ലാത്ത, സംരക്ഷിക്കാനില്ലാത്ത വിജനമായ പ്രദേശത്ത് വിട്ടേച്ചു പോരുക പരീക്ഷണമാണ്. എന്നിട്ട് ആ മകനെ പിന്നെ വർഷങ്ങളോളം കാണുന്നില്ല പ്രവാചകൻ. കുറെ കഴിഞ്ഞിട്ട് തിരിച്ചു വരിക, പിന്നെ അദ്ദേഹം തിരിച്ചു പോകുക, പിന്നെ ഇടക്കിടയ്ക്ക് ആ മകനെ കാണാൻ അനുവാദം ലഭിക്കുന്നുള്ളൂ. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് വരുന്നത്. ഇനിയോ ആ മകനിങ്ങനെ ഓടി നടക്കുന്ന പ്രായമായപ്പോൾ, പക്വതയുടെ പ്രായമായപ്പോൾ, കളിച്ച് ചിരിച്ച് തമാശ പറയുന്ന പ്രായമായപ്പോ ആ അള്ളാഹുവിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൽപ്പന, നീ മകനെ അറുക്കണം. തോറ്റോ? ഇല്ല. നീ മകനെ അറുക്കണം. പരീക്ഷിക്കുകയാണ് അള്ളാഹു. അവിടെ അദ്ദേഹം തോൽക്കുന്നില്ല. അത് വലിയൊരു പരീക്ഷണ. ഖുർആൻ തന്നെ പറഞ്ഞു, ഇത് വ്യക്തമായ റബ്ബിന്റെ ഭാഗത്തുള്ള പരീക്ഷണമായിരുന്നു. വ്യക്തമായ പരീക്ഷണമായിരുന്നു. ഇവിടെ ഒക്കെ ഇബ്രാഹിം നബി ജയിച്ചു. എവിടെയും തോറ്റിട്ടില്ല. മക്കളില്ലാത്തയിടത്ത് തോറ്റില്ല. മക്കളെ വിട്ടേച്ച് പോരാൻ പറഞ്ഞപ്പോ അവിടെയും തോറ്റില്ല. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിന് മുമ്പിൽ തോറ്റില്ല. വാപ്പാന്റെ ധിക്കാരത്തിന് മുമ്പിൽ തോറ്റില്ല. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിലും തോറ്റില്ല. എവിടെയും എല്ലായിടത്തും ജയിച്ചു. അള്ളാഹ് എന്താ പറഞ്ഞത്? അള്ളാഹ് പറഞ്ഞത്? ഇബ്രാഹിമ ഖലീല. അള്ളാഹ് ആ ഇബ്രാഹിമിനെ പിന്നെ തന്റെ ചങ്ങാതിയായി ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു. അള്ളാഹ് പറഞ്ഞ വാക്ക, വെറുതെ പറഞ്ഞതല്ല. എല്ലാ കരാറുകളും പാലിച്ച ഇബ്രാഹിം എന്ത് പറഞ്ഞു അതൊക്കെ കേട്ടു ഇബ്രാഹിം. എല്ലാം സഹിച്ചു, ക്ഷമിച്ചു, ത്യജിച്ചു ഇബ്രാഹിം. പല കലിമത്തുകളാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമിനെ പരീക്ഷിച്ചു. ആ പരീക്ഷണങ്ങളിലെല്ലാം എല്ലാം പൂർത്തിയാക്കി, എവിടെയും പരാജയപ്പെട്ടില്ല. അതുകൊണ്ട് ആ ഇർജുവായ വഴിയിൽ സഞ്ചരിച്ച ഇബ്രാഹിം നബിയുടെ മില്ലത്തുണ്ട്, അതിനെ നിങ്ങൾ പിൻപറ്റണം. നമുക്ക് ഇബ്രാഹിം നബി മാതൃകയാണ്. അവ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ പരീക്ഷണം ഉണ്ടാകുമെന്ന അർത്ഥം. സഹോദരന്മാരെ, നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ വേർപിരിഞ്ഞു പോകാനും മരിച്ചു പോകാനും അതൊരു പരീക്ഷണമാണ്. നമ്മൾ നന്നായി സ്നേഹിക്കുന്ന നമ്മുടെ ഭാര്യ, നല്ലപോലെ സ്നേഹിക്കുന്ന നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ പുന്നോമന മക്കൾ, ആ മക്കളോട് കഥ പറഞ്ഞ് സംസാരിച്ച് സന്തോഷിച്ച് ഉമ്മ വെച്ച് രസിച്ച് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മോൻ അങ്ങോട്ട് പോവുക, നമുക്ക് പിടിച്ചു വെക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഭാര്യ നമ്മെ വേർപിരിഞ്ഞു പോവുകയാണ്, തടഞ്ഞു വെക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ മാനസികമായി വിഷമമുണ്ടാവും. സ്വാഭാവികമാണ്, മനുഷ്യന്റെ പ്രകൃതിയാണത്. വിഷമം, സങ്കടം, ദുഃഖം മനുഷ്യനതുണ്ടാവും. പക്ഷെ അവനെന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹുവിന്റെ തീരുമാനം ശരിയല്ല, അല്ല ഈ കാണിച്ചത് ശരിയല്ല എന്ന ഒരു തോന്നൽ മനസ്സിൽ വരാൻ പാടില്ല. അള്ളാഹുവിന്റെ തീരുമാനമാണ് ഒരു വ്യക്തി എപ്പം മരിക്കണം, എവിടെ മരിക്കണം എന്നുള്ളത്. അതൊക്കെ റബ്ബിന്റെ അജലും മുസമ്മ, അല്ല തീരുമാനിക്കപ്പെട്ട രേഖകളാണ്, അല്ല നിശ്ചയിച്ചു വെക്കപ്പെട്ട ഖദറുകളാണ്. അത് അതേപോലെ നടക്കും, അതേ സ്ഥലത്ത് നടക്കും, അതേ ദിവസം നടക്കും. അത് നടക്കുമ്പോൾ നമ്മൾ അതിന് എതിരിൽ പറയാൻ പാടില്ല. ഉണ്ടായിട്ടില്ല, പെട്ടെന്ന് അങ്ങോട്ട് പോയി, അങ്ങനെ തന്നെ അള്ളാഹ് അങ്ങനെ തീരുമാനിച്ചത്. അപ്പൊ പെട്ടെന്ന് നമ്മളെ പരീക്ഷിക്കാം. പെട്ടെന്ന് ഇപ്പൊ ഒരുപാട് കാലം രോഗം പിടിച്ച് കടന്നു, കുറേ പൈസ ചെലവാക്കി, കുറേ ബുദ്ധിമുട്ടി, അപ്പൊ നമ്മൾ ക്ഷീണിച്ചു, ക്ഷയിച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ മരിച്ചിട്ട് പോയാൽ ആ പെട്ടെന്ന് പോയ അത്ര വിഷമം ഉണ്ടാവൂല. അപ്പൊ അതിനേക്കാൾ വിഷമം ഇവിടെ ഉണ്ടാകും. ഇങ്ങനെ വിഷമം കൂടുതൽ ഇവിടെ ഉണ്ടാകുമ്പോൾ ഇത് അതിനേക്കാൾ വലിയ പരീക്ഷണം, അപ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടും. അതാണ് മനസ്സിലാക്കേണ്ടത്. എത്രത്തോളം പരീക്ഷണം ശക്തമാകുന്നുവോ അത്രത്തോളം ക്ഷമ ശക്തമാക്കണം.
എത്രത്തോളം ക്ഷമ ശക്തമാക്കുന്നുവോ അത്രത്തോളം പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹ് പറയുന്നു, മാലി അബ്ദി അൽ മുഅ്മിനി ഇൻദി ജസാഉൻ ഇദാ ഖബലതു സഫിയഹു മിൻ അഹ്ലി ദുനിയ സുമ്മ ഹതസബഹു ഇല്ലൽ ജന്ന. മാലി അബ്ദി അൽ മുഅ്മിനി ഇൻദി ജസാ, വിശ്വാസിയായ അടിമയ്ക്ക് എൻ്റെ അടുക്കൽ പ്രതിഫലമില്ല, പ്രതിഫലം ഇല്ല, ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ. എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് പ്രതിഫലമായിട്ട് നൽകാനുള്ളത്. ആർക്ക്? ആർക്ക്? ഇദാ ഖബലതു സഫിയഹു മിൻ അഹ്ലി ദുനിയ, ഈ ദുനിയാവിൽ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവന്റെ ഇഷ്ടപ്പെട്ടവനെ കൊണ്ടുപോയാൽ, സുമ്മഹ്തസബഹു, കൊണ്ടുപോയാൽ അവൻ എന്ത് ചെയ്യണം? ഇഹ്തസബഹു. എന്താ ഇഹ്തിസാബ എന്ന് പറഞ്ഞാൽ? മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, പ്രതിഫലേച്ഛയോട് കൂടി നോമ്പെടുത്താൽ. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇഹ്തിസാബുമാണ് പ്രതിഫലം ആഗ്രഹിക്കുക. എൻ്റെ റബ്ബ് തന്നു, എൻ്റെ റബ്ബ് കൊണ്ടുപോയി, മരിച്ചു, അങ്ങനെ കണക്കാക്കുക. അത് എത്ര നമ്മൾ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കറിയോ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു ദിവസമാണല്ലോ ആദ്യ രാത്രി. പല ആളുകളും സ്വപ്നം കണ്ട് കഴിയുന്ന ഒന്നാണ്. 22-ാമത്തെയോ 23-ാമത്തെയോ വയസ്സൊക്കെ ആകുമ്പോൾ, കല്യാണ സമയങ്ങളാകുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് ഫസ്റ്റ് നൈറ്റ്, ആദ്യ രാത്രി. എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ അള്ളാഹ് അനുവദിച്ച് ആഹ്ലാദിക്കാൻ അനുവാദം കൊടുത്ത രാത്രിയാണ്. ആ കല്യാണ ദിവസം വരൻ വൈകുന്നേരമാകുവോളം കാത്തു നിൽക്കുന്നു, വരനും വധുവും കാത്തു നിന്നിട്ടോ വൈകുന്നേരം ഇശാഇന് ഭക്ഷണം കഴിച്ച ശേഷം തന്റെ മുമ്പിലൂടെ വധു പാൽ ഗ്ലാസുമായിട്ട് റൂമിലേക്ക് പോവുകയാണ്. അല്പനിമിഷങ്ങൾക്ക് ശേഷം ആ റൂമിലേക്ക് കടന്നു ചെല്ലുകയാണ് പുതുമണവാളൻ, പുതിയാപ്പള, ഭർത്താവ് കടന്നു ചെല്ലുന്നു. അങ്ങനെ റൂമിലേക്ക് ദിവസങ്ങളായുള്ള വർഷങ്ങളായുള്ള അവന്റെ മനസ്സിന്റെ മോഹവുമായി കൊണ്ട് അവൻ ആദ്യ രാത്രിയിൽ റൂമിലേക്ക് പ്രവേശിച്ചപ്പോൾ തൊട്ട് മുമ്പ് കയറിപ്പോയ ആ ഭാര്യയുണ്ടല്ലോ, അവൾ കൊണ്ടുപോയ ഗ്ലാസിന്റെ പാത്രം അല്ലെങ്കിൽ ആ പാലിന്റെ പാത്രം അത് മേശപ്പുറത്ത് വെച്ച ശേഷം തന്റെ ബെഡിലതാ അവർ മലർന്നു കിടക്കുന്നു, ജീവൻ പോയിട്ടുണ്ട്. പരീക്ഷണ സുഹൃത്തുക്കളെ, മരിച്ച ഭാര്യ കിടക്കുക, അവളെ ഒന്ന് ജീവനോടെ തൊടാൻ പോലും അവന് അള്ളാഹ് അവസരം കൊടുത്തില്ല. അതിന് റബ്ബ് കൊണ്ടുപോയി. അല്ലേ? ആരോടെ സങ്കടം പറയാ? പടച്ചോനെ, ഞാനിത് ക്ഷമിക്കുന്നു നിനക്ക് വേണ്ടി മാത്രം. അതാ പരീക്ഷണം എന്ന് പറഞ്ഞ. ചില മാതാപിതാക്കളോടും അല്ലെങ്കിൽ സന്താനങ്ങളോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല ബന്ധത്തിലായിരിക്കും. ഒന്ന് മുറിവേൽക്കുന്നത് പോലും നമ്മൾക്ക് ഇഷ്ടമുണ്ടാവൂല, മറ്റുള്ളവർ കരയുന്നത് പോലും നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. അത്രമാത്രം നമുക്ക് തമ്മിൽ സ്നേഹവും ബന്ധങ്ങളുണ്ട്. അങ്ങനെ സ്നേഹിക്കുന്ന ആളുകൾ മരിച്ചു പോകുമ്പോൾ ആരോടാ പറയാ? ആരോടും പറയാനില്ലല്ലോ. ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ ത്വായിഫിൽ നിന്ന് അബഹയിലേക്കുള്ള ഭാഗത്ത് ഒരു സഹോദരൻ താമസിച്ചു. ആ സഹോദരൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു 4 കൊല്ലത്തോളം വീട്ടിലേക്ക് പോയില്ല എന്ന് മാത്രമല്ല, പണം കുറച്ച് അവിടെ സ്വരൂപിച്ച് അത്യാവശ്യം പണം മാത്രം വീട്ടിലേക്ക് അയച്ചു. അദ്ദേഹം കല്യാണം കഴിച്ചിട്ടാണ് പോകുന്നത്. പോരുമ്പോ ഭാര്യ ഗർഭിണിയായിരുന്നു. അങ്ങനെ 4 വർഷം പണം പിടിച്ചിങ്ങനെ വെച്ചു. എന്തിനാ? ഈ പണം സ്വരൂപിച്ച് ഒരു വിസ ഉണ്ടാക്കി ഈ ഭാര്യക്കും കുട്ടിക്കും അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുവരാൻ. അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി 4 വർഷമായപ്പോൾ പണം തികഞ്ഞ് വിസ വാങ്ങിയിട്ട് അയച്ചു കൊടുത്തിട്ട് ആ ഭാര്യയും മകളും വിസയിൽ വന്ന് റിയാദ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. ഇദ്ദേഹത്തിന്റെ ഒരു കുടുംബ സുഹൃത്ത് റിയാദ് എയർപോർട്ടിൽ പോയിട്ട് വാഹനത്തിൽ ഈ ഭാര്യയെയും മകളെയും കൊണ്ടുവന്നിട്ട് ത്വായിഫിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് സ്വന്തം വാഹനത്തിൽ ഈ സഹോദരൻ തന്റെ ഭാര്യയെയും, ഭാര്യ 4 വർഷം മുമ്പേ പിരിഞ്ഞു പോന്ന ഭാര്യ, കല്യാണം കഴിഞ്ഞ് അധികമൊന്നും കൂടെ താമസിച്ചിട്ടില്ല, കുറച്ച് ദിവസം മാത്രം. അതിൽ അവൾ ഗർഭിണിയുമായിട്ടുണ്ട്. അങ്ങനെ ഗർഭിണിയായി കണ്ട് തിരിച്ചു പോന്ന ആ ഭാര്യ തനിന്റെ രക്തത്തിൽ പറന്ന ആദ്യത്തെ കുഞ്ഞ് 4 വർഷത്തിന് ശേഷം കാണുക. ഇവർ ഒന്നിച്ച് ത്വായിഫിൽ നിന്ന് അബഹയിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ചുകൊണ്ട് വാഹനം മറിയുകയും ആ ഉമ്മയും കുഞ്ഞും മരണപ്പെടുകയും ചെയ്തു. ആരോടാ സങ്കടം പറയാ? ആരോട് പറയും ഈ വിഷയം? ഇതൊരു പരീക്ഷണം ആണോ അല്ലേ നമ്മൾ സ്വയം വിലയിരുത്തുക. എന്താ ചെയ്യുക? ഞാനും പോവുക. നിങ്ങൾ കേട്ടില്ലേ പത്രത്തിലൊക്കെ ഭർത്താവിന്റെ പിന്നാലെ ഭാര്യയും, അത് വലിയ അഭിമാനമായിട്ടാണ് കൊടുക്കല്. ഭാര്യന്റെ പിന്നാലെ ഭർത്താവ് മരിച്ചപ്പോ വിഷമം സഹിക്കാഞ്ഞിട്ട് ഭാര്യയും അകത്താക്കി അവളും പോയി. അല്ലെങ്കിൽ ഉമ്മ മരിച്ചപ്പോ വിഷമം സഹിക്കാച്ചിട്ട് വാപ്പ വേറെന്തോ കഴിച്ചിട്ട് വാപ്പി പിന്നാലെ പോയി. അങ്ങനെ അവരുടെ ചിതക്കരികിൽ ഇവരുടെ ചിത. ഇതൊക്കെ പത്രത്തിൽ വരല്. ഒന്നിച്ച് മറവ് ചെയ്തു. അത് വലിയ അഭിമാനമുള്ള കാര്യങ്ങളല്ല.
അള്ളാഹു ജീവിതത്തിൽ മനുഷ്യനെ ഇങ്ങനെ താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളെ പിടിച്ചു കൊണ്ടുപോയിട്ട് മരണപ്പെടുത്തി പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അവിടെ ഒരു പ്രതിഫലം ആഗ്രഹിക്കണം, ക്ഷമിക്കണം, എങ്കിൽ ഇല്ലൽ ജന്ന, സ്വർഗമുണ്ട്. നമ്മള് നമ്മുടെ മക്കള് മരിച്ചു പോകാറുണ്ട്. നമുക്കിപ്പോ തെരൂലാന്ന് അല്ലാണ്ട് പറയാൻ പറ്റൂലല്ലോ. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകണ്ടെന്ന് പറയാൻ പറ്റും. നമ്മൾ അങ്ങനെ പറയൂല, കാരണം 3 ദിവസം കഴിഞ്ഞാൽ മണക്കാൻ തുടങ്ങും. അത്ര മനുഷ്യന്റെ കാര്യമാണ്. പക്ഷെ നമ്മൾ അവിടെ ശ്രമിച്ചു നിൽക്കണം. എത്ര മക്കളൊക്കെ നമുക്ക് മരിച്ചു പോകാറുണ്ട്. ജനിച്ച മക്കളൊക്കെ മരിച്ച ആളുകൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്തിനാ നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയായിട്ട് പറഞ്ഞത്? ആൺകുട്ടികൾ ജനിച്ച 4 മരിച്ചു, ഒറ്റ ആൺകുട്ടികളില്ല. ഇനി പേരിന് ഒപ്പം പെൺകുട്ടികളും മരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആദ്യം കല്യാണം കഴിച്ച ഭാര്യ ബദറിന്റെ സന്ദർഭത്തിൽ മരിക്കണ്ടായല്ലോ. ആ പ്രവാചകൻ ജീവിച്ചുകൊണ്ടിരിക്കെ പേരക്കുട്ടികളും മരിച്ചു. ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചു. ഇതൊക്കെ എന്തിനാ അല്ലാഹ് ഇങ്ങനെ ഓരോ സംവിധാനങ്ങൾ കാണിച്ചു തരുന്നത്? ഇത് നിങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒന്നല്ല, അമ്പിയാക്കന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ എന്ത് ചെയ്തോ അത് നിങ്ങൾ ചെയ്യണം, അതിനു വേണ്ടിയിട്ടാണ്. മഹാനായ ഇബ്രാഹിം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകൻ ഇബ്രാഹിം മരിച്ചപ്പോ ആ ഇബ്രാഹിമിനെ മടിയിലെടുത്തിട്ട് റസൂൽ പറഞ്ഞ വാക്കുണ്ട്. എന്താ പറഞ്ഞത്? അല്ലയോ ഇബ്രാഹിം, നിന്റെ വേർപാടിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്, ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ദുഃഖം വേണം, വേദന വേണം. ആ വേദനക്ക് അല്ലാഹ് പ്രതിഫലം നൽകും. കാരണം സഹജീവികളോടുള്ള സ്നേഹമാണ്, രക്തത്തിൽ പിറന്ന സന്താനങ്ങളോടുള്ള ആത്മബന്ധമാണ്. അതിന്റെ പേരിൽ നമ്മൾ കരഞ്ഞാൽ അല്ലാഹ് പ്രതിഫലം നൽകും. ഏത് കരച്ചില്? ഇന്നൽ ഖൽബ യഹ്സുൻ, ഹൃദയം ദുഃഖിക്കുന്നു പറഞ്ഞല്ലോ, ആ കരച്ചിലും. അല്ലാതെ വാവിട്ട് കരയലല്ല, അത് ചെയ്യാൻ പാടില്ല. ഇനി കാരാളുള്ളത്, എന്റെ കുട്ടിനെ കൊണ്ടുപോയാലോ എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടി കരയാൻ പാടില്ല. അത് ചിലപ്പോൾ ശിക്ഷക്ക് കാരണമായി തീരും. അങ്ങനെ കരയാൻ പാടില്ല എന്നാ. ആ മനസ്സ് വേദനിക്കും, ഹൃദയം വേദനിക്കും. അതിന്റെ പുറത്തേക്ക് നിർഗളിക്കുന്ന രൂപമാണ് കണ്ണിലെ കണ്ണുനീർ. അത് മുഹമ്മദ് നബിക്ക് ഉണ്ടായിട്ടുണ്ട്. അതാ ഇബ്രാഹിം നബി പറഞ്ഞത്, അല്ലയോ ഇബ്രാഹിം, നിന്റെ വേർപാടിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത, തൃപ്തിയില്ലാത്ത വാക്ക് ഞാൻ പറയൂല. അതാണ് ഈമാൻ, അതാണ് ക്ഷമ. അവിടെയാണ് നമുക്ക് മാതൃക. ഈ മരിച്ചതിൽ നമുക്ക് വിഷമുണ്ട്, പക്ഷെ റബ്ബിന് ഇഷ്ടമില്ലാത്ത വലാനക്കൂർ ഞങ്ങൾ പറയുകയില്ല. ഇല്ലാമാ യർളാ റബ്ബുന, ഞങ്ങളുടെ റബ്ബ് തൃപ്തിപ്പെടുന്ന വാക്കല്ലാതെ ഞങ്ങൾ വേറൊന്നും പറയില്ല. അള്ളാഹുവിന്റെ ഖദാഇനെയും ഖദറിനെയും അട്ടിമറിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങൾ പറയില്ല. അത് പരീക്ഷണമാണ്. മുഹമ്മദ് നബി വിജയിച്ചു. ആ പ്രവാചകന്മാരെ പോലെ നമ്മളും ആകണം. അപ്പൊ എത്ര മക്കൾ മരിച്ചാലും ക്ഷമിച്ചോളുക. ഞാനും പോകുക എന്ന് പറഞ്ഞിട്ട് വേറെ വിഷക്കുപ്പിടുത്ത് അകത്താക്കാൻ പാടില്ല. നോക്കി നിങ്ങൾ, മുസ്ലിം സഹോദരന്മാർ, അവന്റെ 3 മക്കൾ മരിച്ചു പോവുകയാണ്. പ്രായപൂർത്തിയായിട്ടില്ലാത്ത, നമ്മളങ്ങനെ കളിച്ച് ചിരിച്ചു ഓടുന്ന, കാണുമ്പോ തന്നെ മനസ്സിന് കുളിർ നൽകുന്ന പ്രായം ഉണ്ടല്ലോ മക്കളുടെ. ആ പ്രായത്തിൽ മക്കൾ മരണപ്പെട്ടു പോയാൽ അല്ലാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഈ മനുഷ്യൻ ആ കുട്ടികളോടുള്ള കാരുണ്യം കൊണ്ട്, അല്ലെങ്കിൽ ഇവനിക്ക് ആ കുട്ടികളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, കാരണം അവൻ സ്നേഹിക്കുന്നവരെയാണല്ലോ അള്ളാഹ് വേർപ്പെടുത്തി കൊണ്ടുപോയത്, പിടിച്ചു വെക്കാൻ കഴിയാത്തതല്ലേ. അങ്ങനെ വേർപ്പെടുത്തി കൊണ്ടുപോയ ആ സ്നേഹനിധികളുടെ പേരിൽ, അതിന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ പ്രവേശിപ്പിക്കുന്ന. അപ്പോ നമ്മുടെ കൂട്ടത്തിലെ ഇഷ്ടപ്പെടുന്ന മക്കള് മരിക്കുമ്പോ അതിന്റെ പേരിൽ ആ ക്ഷമിച്ച് പരീക്ഷണത്തിൽ വിജയിച്ചാൽ പ്രതിഫലം സ്വർഗമാണ്. പരീക്ഷണത്തിന്റെ പ്രതിഫലം സ്വർഗമാണ്. മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഇന്നത്തെ വിഷയത്തിന് ചുരുക്കത, പരീക്ഷണങ്ങളിൽ വിജയിച്ചാൽ അതിന്റെ പ്രതിഫലം സ്വർഗം. ആ സ്വർഗത്തിന് വേണ്ടി എന്ത് പരീക്ഷണവും സഹിക്കാനും ത്യജിക്കാനും ക്ഷമിക്കാനും നമ്മൾ തയ്യാറാവണം. വിശ്വാസം പഠിപ്പിക്കുക മറ്റൊരു ഹദീസിലൂടെ. ഒരു സ്ത്രീക്ക് 3 കുട്ടികൾ മരിച്ചു. 3 പിന്നാലെ ഓരോന്നിങ്ങനെ മരിക്കാം. ആ കുട്ടികൾ നാളെ നരകത്തിൽ നിന്നുള്ള മറയായിരിക്കും. നമ്മൾ നരകത്തിലേക്ക് പോകാതിരിക്കാൻ ഈ കുട്ടികളുടെ മരണം കാരണമായി തീരും എന്നാണ് അതിന്റെ ആശയം. അപ്പോ അത് പരലോകത്തേക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് കാണുക. എൻ്റെ റബ്ബ് എന്നെ കഷ്ടപ്പെടുത്തി, അപ്പുറത്തപ്പുറത്ത് എത്ര മക്കളുണ്ട്, അള്ളാഹ്ക്ക് അതൊന്നും കണ്ടില്ല, എൻ്റെ മക്കളെ കണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നന്മക്ക് പകരം തിന്മയായിട്ട് പരലോകത്ത് വരും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. ഇങ്ങനെ 3 പെൺകുട്ടികൾ നിങ്ങൾക്ക് മരിച്ചു പോയാൽ, 3 പെൺകുട്ടികൾ എന്നല്ല 3 മക്കൾ മരിച്ചാൽ, ആ മക്കൾ നരകത്തിൽ നിന്നുള്ളൊരു മറയായിരിക്കും. 3 മക്കൾ മരിച്ചാൽ,
ഇനിയിപ്പോൾ 2 മരിച്ചാൽ 3ാമത്തത് നമ്മൾ മരിപ്പിക്കൊന്നും വേണ്ട, അത് അള്ളാഹ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഒരു സഹോദരൻ ചോദിച്ചു, പ്രവാചകരെ, അല്ല പ്രവാചകരെ, ചില സ്ത്രീകൾക്ക് 2 കുട്ടികൾ മരിക്കാറുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞത് 3 കുട്ടികൾ മരിച്ചാൽ ആ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് മറയായി വരുന്നത്, അഥവാ 2 കുട്ടികൾ മരിച്ചാലോ? പ്രവാചകന്റെ മറുപടി, വസിനാൻ, ശരി, 2 കുട്ടികൾ മരിച്ചാലും ആ സ്ത്രീ സ്വർഗത്തിലേക്കാണ്, അവർക്ക് നരകത്തിൽ നിന്ന് മറയായിട്ട് നാളെ പരലോകത്തുണ്ടാകും. അപ്പോൾ മരിച്ചാൽ അത് എണ്ണം കണക്കൊന്നുമില്ല, 2 ഹദീസിലുണ്ട്, 3 ഹദീസിലുണ്ട്. ക്ഷമിക്കുക, അതാണ് ഏറ്റവും വലിയ ആയുധം. ഇദാ മാത വലദുൽ അബ്ദി, ഒരു അടിമയുടെ കുട്ടി മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു പറയും ലിൽ മലായിക, മലക്കുകളോട്, ഖബൽതും വലദ അബ്ദി, എന്റെ അടിമയുടെ മകനെ നീ പിടിച്ചോ, അവന്റെ ആത്മാവിനെ നീ പിടിച്ചെടുത്തോ. ഫയഖൂൽ, മലക്ക് പറയും നഅം, അതെ. ഫയഖൂൽ, അപ്പോൾ അല്ലാഹു വീണ്ടും ചോദിക്കും, ഖബൽതും സമറത ഫുആദിഹി, അവന്റെ കരളിന്റെ കഷ്ണത്തെയാണോ നീ പിടിച്ചെടുത്തത് എന്ന് പറഞ്ഞാൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയെയാണോ നീ പിടിച്ചെടുത്തത്? അപ്പം മലക്കൾ പറയും നഅം, അതെ. ഇതൊന്നും അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടല്ല, അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഇതൊക്കെ അള്ളാഹിന്റെ സംവിധാനങ്ങളാണ്. അപ്പൊ അള്ളാഹ് പറയും, ഫയഖൂലു മാദാ ഖാല അബ്ദി, എന്റെ അടിമയുടെ കരളിന്റെ കഷ്ണത്തെ നീ പിടിച്ചെടുത്തപ്പോൾ, അവനെ നീ മരിപ്പിച്ചപ്പോൾ എന്റെ അടിമ എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, എന്നെ വഴക്ക് പറഞ്ഞോ, എന്റെ തീരുമാനത്തിനെ എതിർത്തുകൊണ്ട് വല്ലതും പറഞ്ഞോ, പറയാൻ പറ്റാത്ത വല്ലതും പറഞ്ഞോ, എനിക്ക് തൃപ്തിപ്പെടാത്ത വല്ല വാക്കും പറഞ്ഞോ എന്ന് അള്ളാഹ് മലക്കിനോട് ചോദിക്കും. അപ്പോൾ മലക്ക് പറയും, ഇല്ല റബ്ബേ. ഫയഖൂലൂന ഹമിദക വസ്തർജഅ, അവർ നിന്നെ സ്തുതിച്ചു, അൽഹംദുലില്ലാഹ് എന്ന് പറയണമെന്ന് ആ മരണ വാർത്ത കേട്ടാൽ, എന്നിട്ടാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആദ്യം ഹംദ്, പിന്നെ ഇസ്തിർജാ. അപ്പോ അവരുടെ കുട്ടിയെ നമ്മൾ മരിപ്പിച്ചപ്പോൾ ഹമിദക, അവർ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, വസ്തർജഅ, പിന്നീട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. മലക്ക് അല്ലാഹുവോട് പറയും. അപ്പൊ അല്ലാഹ് തിരിച്ചു പറയാ, ഫയഖൂലുല്ലാഹ് ഇബ്നൂ ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, ഈ ക്ഷമിച്ച, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ള പദം മാത്രം പറഞ്ഞുകൊണ്ട് അതിൽ ഒതുങ്ങി നിന്നുകൊണ്ടും ക്ഷമയോട് മുന്നോട്ട് നീങ്ങിയ ആ സഹോദരന് വേണ്ടി ഇബ്നൂ ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കിൻ. അല്ലാഹുവിന്റെ കൽപ്പന മലക്കുകളോട്, സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കുക. വസമ്മൂഹു ബൈത്തുൽ ഹംദ്, വസമ്മൂഹു ബൈത്തുൽ ഹംദ്, ആ വീടിന് നിങ്ങൾ എന്ത് ചെയ്യണം? ബൈത്തുൽ ഹംദ് എന്നുള്ള പേര് നിങ്ങൾ ഇടണം. അപ്പൊ സഹോദരന്മാരെ, ആളുകൾ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ പരീക്ഷണമാണ്. ഇങ്ങനെയും വന്ന പരീക്ഷിക്കും. ചിലപ്പം കാണാം, നിങ്ങൾ കേട്ടിട്ടില്ലേ, വർഷങ്ങളായിട്ട് കാണാനില്ല, വാപ്പ ഒരു ദിവസം ജോലിക്ക് എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, പിന്നെ അങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. എത്ര സംഭവങ്ങളുണ്ട്. ഭാര്യയെ അവൾ അവളുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞിട്ട് പോയതാ, കൊല്ലം 4 കഴിഞ്ഞ് വന്നിട്ടില്ല. വിസ കൊടുത്തിട്ട് ജോലിയുണ്ടെന്ന് പറഞ്ഞ് വാപ്പ വിദേശത്തേക്ക് കയറിയതാ, വാപ്പ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അല്ലാഹ്, ഇതൊക്കെ ഒരു പരീക്ഷണങ്ങളാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? എവിടൊക്കെ നേർച്ചപ്പെട്ടിണ്ടോ അവിടൊക്കെ തപ്പും. റോഡ് സൈഡിൽ എവിടൊക്കെ പച്ച കളർ കണ്ടോ, അതിന് ഓട്ടമുണ്ടോ, അതിലൊക്കെ കൊണ്ടുപോയിടും. എന്തിനാ? ഇത് തിരിച്ചു വരാൻ. ഈ പോയാൽ തിരിച്ചു കിട്ടാൻ പറ്റൂല. പരീക്ഷണമാണ്. അല്ലാഹ് പരീക്ഷിക്കുന്നു. നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ മാറ്റി നിർത്തി പരീക്ഷിക്കുകയാണ്. എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിയാൻ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്ന്. അല്ലാഹ് ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചെറിയ കുട്ടിയെ കാരണവന്മാർ, ജ്യേഷ്ഠന്മാർ കൊണ്ടുപോയി കിണറ്റ് കൊണ്ടുപോയിട്ട് ആ പ്രവാചകനായ യൂസുഫിന്റെ പിതാവ് യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം എന്താ അദ്ദേഹം ചെയ്തത്? ആ ഒരു പരീക്ഷണത്തിന് വിധേയനായപ്പോ, പരീക്ഷണമാണത്, മകനെ കാണാനല്ല, അതോ നല്ലപോലെ സ്നേഹിക്കുന്ന മകൻ, മാത്രമല്ല അസൂയാലുക്കളായ കുറെ ജ്യേഷ്ഠന്മാര് മുകളിലുണ്ട്. അത് അദ്ദേഹത്തിന്റെ ബേജാറ്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങൾ വിശദീകരിക്കുന്ന കാര്യത്തിൽ, അതായത് മക്കൾ വന്നിട്ട് പറഞ്ഞു, വാപ്പ ഞങ്ങൾ ഓടി കളിച്ചു കൊണ്ടിരുന്നപ്പോ യൂസുഫിനെ ചെന്നായ പിടിച്ച് തിന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കൊന്നുമില്ല. മക്കൾക്ക് തന്നെ അറിയാം കളവാ പറഞ്ഞത്, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞങ്ങൾ സത്യം പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കൂല. അങ്ങനെ ഓരോന്നും പറഞ്ഞു വന്നപ്പോൾ ഇനി എന്താ പ്രവാചകൻ ചെയ്യേണ്ടത്? ഞാൻ കബഡി നിരത്തട്ടെ, ഞാൻ മുക്കുമൂലകളൊക്കെ ഒന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ മേപ്പെട്ടൊന്ന് നോക്കട്ടെ, ഇങ്ങനെ ആലോചിച്ചിരിക്കല്ല. ആരെങ്കിലും വഹിയായിട്ട് വരാനോ ഏതെങ്കിലും പിന്നെ മറ്റുള്ള നിലക്ക് അറിവ് കിട്ടാനോ ഇല്ല. ഇനി വേറെ വല്ല വഴികളിലൂടെയും ഞാൻ പരിശോധിച്ചിട്ട് എന്റെ മകനെ കണ്ടുപിടിക്കും ഇല്ല. ഫസബ്റുൻ ജമീൽ, ക്ഷമിക്കുന്നു, ഭംഗിയായ ക്ഷമ, അതാണ് വിശ്വാസിക്ക് വേണ്ടത്.
അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങൾ എന്തെന്ന് പറഞ്ഞു വന്നാലും ആ വിഷയത്തിൽ എനിക്ക് സഹായം തേടുവാൻ അല്ലാഹു മാത്രമേയുള്ളൂ. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. തൗഹീദിന്റെ വിളംബരമായിരിക്കണം പരീക്ഷണങ്ങളുടെ മുമ്പിൽ നമ്മൾ ആയി മാറേണ്ടത്. തന്റെ ആദർശവും തന്റെ ഏകദൈവ വിശ്വാസവും ഏകദൈവ ബോധവും തെളിയുന്ന രംഗങ്ങൾ പരീക്ഷണങ്ങൾക്ക് മുമ്പിലാണ്. അവിടെ മനുഷ്യൻ പലപ്പോഴും വഴിപഴിച്ചു പോവുക. ശരി, അള്ളാഹുവിൽ നിന്നുള്ള നിരാശ കൈവിടാതെ ക്ഷമിച്ച് മുന്നേറുക. കുറേ കാലം കഴിഞ്ഞപ്പോൾ യൂസുഫ് നബി കൊട്ടാരത്തിൽ വളർന്ന് വലുതായി രാജാവ് അവിടുത്തെ അരി കൈകാര്യം ചെയ്യുന്ന ആളൊക്കെ ആയിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ബിന്യാമീനെ കൊണ്ടുവന്ന് ബിന്യാമീനെ പിടിച്ചു വെച്ചു. കഥ ഞാൻ പറയുന്നില്ല. ഇദ്ദേഹത്തിന് ചെറിയ സഹോദരൻ ബിന്യാമീനെ യൂസുഫ് അവിടെ പിടിച്ചു വെച്ചു. വാപ്പാക്ക് അതും പോയി. യാക്കൂബ് നബിക്ക് 2 മക്കളും പോയി. അദ്ദേഹം പറഞ്ഞത് എന്താ അദ്ദേഹം പറഞ്ഞത്? അള്ളാഹുവിൽ, അതാണ് അള്ളാഹുവിന്റെ തവക്കുല്. അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. അല്ലാഹ് എനിക്ക് എല്ലാവരെയും കൊണ്ടുവന്ന് തരും. യൂസുഫിനെയും കൊണ്ടുവന്ന് തരും, എൻ്റെ മകൻ ബിന്യാമിനെയും കൊണ്ടുവന്ന് തരും. അതാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷ ഉണ്ടെങ്കിൽ അല്ലാഹ് നമ്മെ കൈവിടൂല. അല്ലാഹ് എന്നെ വിട്ടു നമ്മൾ പറയാൻ പാടില്ല, വിടൂല എന്നാ പറയേണ്ടത്. പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ എന്നെ എൻ്റെ റബ്ബ് കൈവിട്ടു, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞു പോകരുത്. കാരണം എന്താ? ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശയടയുക കാഫിറുകളാണ് എന്നാ. കാഫിറാ നിരാശപ്പെടുക. അള്ളാഹിന്റെ കാരുണ്യത്തിൽ നിന്ന് ദൈവം കൈവിട്ടു എന്ന് വിശ്വാസി പറയാൻ പാടില്ല. അല്ലാഹ് കൈവിടുകയില്ല. എന്തെന്നെയായാലും എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്. അതാ ഫൈനി ഖരീബ്. അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ. എൻ്റെ റബ്ബ് അവരെ ഒക്കെ കൊണ്ടുവന്ന് തരും. യൂസുഫിനെയും കൊണ്ടുവരും, ബിന്യാമീനെയും കൊണ്ടുവരും. കാരണം എന്താ? ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. നേരത്തെ ഞാൻ പറഞ്ഞ അലീം, ഹക്കീം, ഖബീർ, ലത്തീഫ്, അള്ളാഹിന്റെ നാമങ്ങളൊക്കെ നമ്മൾ ശരിക്കും വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. അസ്മാഉൽ ഹുസ്ന വേറെ വിഷയം വെച്ച് പഠിക്കുക. അത് ഇങ്ങനെ ദീന് നമ്മൾ പഠിക്കാൻ, അറിവിന് പ്രാധാന്യം കൊടുക്കുക. എന്നിട്ട് നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് അതൊക്കെ പഠിക്കുമ്പോൾ ഈമാൻ ഉണ്ടാവുള്ളൂ, ഈമാൻ ശക്തിപ്പെടുകയുള്ളൂ, ആദർശം നന്നാവുകയുള്ളൂ. അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. റസൂൽ പറഞ്ഞില്ലേ, കുറേ കാലം കഴിഞ്ഞ ആളുകൾ ഈ ഗോതമ്പിനെ ചണ്ടി പോലെയായി മാറുന്ന, വെറുതെ കുറേ ഒരു കൂട്ടം, ഒരു ജമാഅത്ത്, അങ്ങനെ ജമാഅത്തായ പോരാ. അറിവുള്ള ഈമാനൊക്കെ കുറേ കഴിയുമ്പോൾ ദുർബലപ്പെട്ടു പോകും. അതൊക്കെ ഓരോ പരീക്ഷണങ്ങളാണ്. ഈമാൻ ദുർബലപ്പെട്ടു പോകും. ആ ഈമാൻ ശക്തിപ്പെടാൻ ജദ്ദിദു ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, വാക്കിലും പ്രവർത്തനത്തിലും ആദർശത്തിലും ദഅവത്തിലും പ്രബോധനത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അറിവ് നേടുക. അങ്ങനെ വിഷയം മാറിപ്പോകല്ല. ഈ നിലക്ക് അള്ളാഹുവിനുള്ള പ്രതീക്ഷ, അതാണ് അൽ അലീം. അള്ളാഹ് അറിവുള്ളവനാ, എല്ലാം എൻ്റെ റബ്ബിനറിയാം. അവൻ എന്തിനാ പിന്നെ ചെയ്തത്? അൽ ഹക്കീം, യുക്തിമാന. അള്ളാഹ്ക്ക് ചില യുക്തി ഉണ്ടായിരിക്കാം. എന്നെ ഈ നിലയ്ക്ക് ചിലപ്പോൾ ഞാൻ അല്പം മാനസികമായി പ്രയാസപ്പെട്ടാലും അതിൽ അള്ളാഹു അറിയുന്ന ഒരു കൃത്യമായ യുക്തിയും കാര്യവുമുണ്ട്. അതിൻ്റെ പേരിലാണ്. അല്ലാതെ ഞാൻ അള്ളാഹ് ഒന്നും പറയാൻ പാടില്ല. ഈ നിലയ്ക്ക് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമിച്ചു. സഹോദരന്മാരെ, ഈ പ്രതീക്ഷയും തവക്കുലും പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ നമുക്ക് ഇല്ല എങ്കിൽ തെറ്റായ വഴികൾ നമ്മൾ സ്വീകരിക്കും. അപ്പം നമ്മുടെ ജീവിതം പിഴക്കും, താളം തെറ്റും, അള്ളാഹു നമ്മളെ കൈവടിയും. അതുണ്ടാകാൻ പാടില്ല. എന്തിനാ നമ്മുടെ ജീവിതം? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ആദ്യം ഓതിക്കേൽപ്പിച്ചല്ലോ, ജീവിതവും മരണവും ഓരോ ഘട്ടങ്ങളും എന്തിനാ? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ആരാണ് നല്ല പ്രവർത്തനം ചെയ്യുന്നത് എന്നറിയാൻ. അപ്പോൾ ഇതൊക്കെ റബ്ബിന്റെ പരീക്ഷണങ്ങളുടെ ഭാഗമാണ്. പിന്നെ ഖുർആൻ പറയുന്ന നോക്കി നിങ്ങൾ വേറെ ചില പരീക്ഷണങ്ങൾ. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. വലനബ്ലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം കൊണ്ട് പരീക്ഷിക്കുന്ന, ഭയം കൊണ്ട് പരീക്ഷിക്കും. അതിന് പല കാരണങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ നാട്ടിൽ സമാധാനവും നിർഭയത്വവും പോകുന്ന ഒരവസ്ഥ ഉണ്ടായാൽ പോരെ. അവിടെ കുത്ത്, ഇവിടെ വെട്ട് കുത്ത്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും. നാട്ടിൽ നിർഭയത്വം പോയി. പിന്നെ പുറത്തിറങ്ങാൻ പാടില്ല, ഭക്ഷണം സൗകര്യപ്രകാരം കിട്ടുന്നില്ല, ഇബാദത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒരു തരം പരീക്ഷണമാണ്. പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ പേടിയുടെ കാലം. അള്ളാഹ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ നിയമത്തിൽ നിങ്ങൾക്ക് അറിയോ? നിർഭയത്വമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യമാണ് നിർഭയത്വ. അമ്നും ഈമാനും, ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ ജീവിക്കാൻ കഴിയുള്ളൂ. അമ്നില്ലാണ്ട്, അപ്പൊ നിർഭയത്വം എന്നാണ് അറബിയിൽ പറയാം.
ആ അമ്മില്ലാണ്ട് ഇപ്പൊ നമുക്കിത് പള്ളിയിലേക്ക് വരണം, ക്ലാസ് കേൾക്കാൻ പോകണം, ഇബാദത്തിന് പോകണം, പല കാര്യങ്ങളും പുറത്തിറങ്ങാൻ പാകില്ലെങ്കിലോ, നിർഭയത്വമില്ലാത്ത രാജ്യമാണെങ്കിലോ അതൊരു പരീക്ഷണമാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ക്ഷമിച്ചു നിൽക്കണമെന്ന. ഞാനും പോവുക, ഇവിടെ ആകെ പ്രശ്ന, അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാണ് പറയാൻ പാടില്ല. എവിടെയും ആദ്യം അമ്ന് വേണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പഠിപ്പിച്ചടത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വ ആമനഹും മിൻ ഖൗഫ്, നിങ്ങൾക്ക് ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകിയ അള്ളാഹു പറഞ്ഞത്. അപ്പൊ അല്ല ചിലപ്പോ ഭയം തന്ന് പരീക്ഷിക്കും, വൽ ജൂഅ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും. നല്ല പണമുള്ള ആളുകളായിരിക്കും, പെട്ടെന്ന് അങ്ങോട്ട് പാപ്പരനായി. അല്ലെങ്കിൽ എന്നും അവൻ പാപ്പരനാ, ജീവിതത്തിന് രണ്ടറ്റങ്ങൾ മുട്ടിക്കുവാൻ സാധിക്കുന്നില്ല, വിശപ്പടക്കാൻ സാധിക്കുന്നില്ല, സുഭിക്ഷമായി ഭക്ഷിക്കാനുള്ള മാർഗങ്ങളില്ല, തൊട്ടപ്പുറത്തോ ആളുകൾ സുന്ദരമായി ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു പരീക്ഷണമാണ്. വനഖ്സിം മിനൽ അംവാൽ, സമ്പത്തിന്റെ കുറവ്. അപ്പുറത്ത് വീട്ടില് സ്കൂൾ തുറന്നു നല്ല യൂണിഫോം, നല്ല ഷൂ സോക്സ് ഒക്കെ ധരിച്ച് പുതിയ ബാഗും കുടയുമായി കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ എൻ്റെ മോന് ഞാൻ കഴിഞ്ഞ വർഷത്തെ ബാഗ് തുന്നിക്കൂട്ടി കൊടുത്തു. കുട അത് തുന്നിക്കൂട്ടിയിട്ട് കമ്പിയൊക്കെ മുറുക്കി കൊടുത്തു. അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. ഇവിടെ നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കുക, അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ നല്ല പോലെ ജീവിക്കുന്ന നമ്മൾ മറ്റുള്ള ആളുകളെ പരിഗണിക്കുന്ന സഹോദരന്മാർ. അങ്ങനെ നമ്മൾ അവരെ പരിഗണിച്ചാലേ അള്ളാഹ് നമ്മളെ പരിഗണിക്കുകയുള്ളൂ. അത് വേറെ വിഷയമാണ്, ആ ഭാഗത്തേക്ക് നീങ്ങല്ല. അള്ളാഹു ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവരെ റബ്ബ് പരീക്ഷിക്കുകയാണ്. വനഖ്സിം മിനൽ അംവാൽ, സമ്പത്തിന്റെ കുറവ് കൊണ്ട്. ഇപ്പൊ പല ആളുകളും വീട്ടിലേക്ക് പല സൗകര്യങ്ങളും ഇങ്ങനെ വാങ്ങിക്കൂട്ടുമ്പോൾ നമുക്ക് തോന്നുക, പടച്ചോനെ എനിക്കില്ലല്ലോ. അങ്ങനെ എനിക്കുണ്ടെങ്കിൽ ഇപ്പൊ അതാ 1 കിലോ 2 കിലോ ഇറച്ചി വാങ്ങി 1 കിലോ ബാക്കിയായി, അത് എടുത്തേക്കാൻ ഫ്രിഡ്ജില്ല, അത് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. അള്ളാഹ് അവിടെ ഫ്രിഡ്ജിനുള്ള കാശ് കൊടുത്തു, എനിക്കത് തന്നില്ലല്ലോ. നഖ്സും മിനൽ അംവാലാണ്. അപ്പൊ അങ്ങനെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു മാത്രം, നമ്മൾ ആരും ചിന്തിക്കാറില്ല. അങ്ങനെ പരീക്ഷണങ്ങൾ വരും. വൽ അൻഫുസി വസ്സമറാത്ത്, വൽ അൻഫുസ്, നഫ്സുകളുടെ കുറവ് നേരത്തെ വിശദീകരിച്ചു. കൂട്ടത്തിൽ നിന്ന് ആളുകൾ മരിച്ചു പോവുക. വസ്സമറാത്ത്, പഴവർഗ്ഗങ്ങളുടെ കുറവ്. ചിലപ്പം കൃഷി ചെയ്തു, എല്ലാം റെഡിയായിട്ട് വാഴക്കൊല ഇങ്ങനെ നന്നായി വന്ന് മൂത്ത് കൊലച്ച് വെട്ടാ സമയത്ത് ആന ഇറങ്ങി എന്നാ പറയുക. ഞങ്ങളവിടെ ഇടക്കിടക്ക് ആന ഇറങ്ങും, അട്ടപ്പാടിയിലും അഗളിയിലൊക്കെ. എല്ലാം റെഡിയായിട്ട് വാഴക്കൊല വെട്ടാൻ നേരത്ത് തോട്ടത്തിലേക്ക് ആന ഇറങ്ങി. കഴിഞ്ഞില്ലേ? വാഴ ഉണ്ടാക്കിയിട്ട് വാഴമ്മ ആകെ ഒരു തവണ കൃഷിയെടുപ്പുള്ളൂ. എല്ലാ പണം ചിലവാക്കി വളക്കെട്ടിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വെട്ടണതിൻ്റെ തലേ ദിവസം ആന ഇറങ്ങി എന്താ ഉണ്ടാകുക? പരീക്ഷണം അല്ലേ? അല്ലെങ്കിലോ ശക്തന്മാർ കാറ്റടിച്ച് വാഴ കംപ്ലീറ്റ് ആണ് മറിഞ്ഞു. എപ്പോ? കൊലച്ച് മൂക്കണതിന്റെ മുന്നേ. കൊല ഇങ്ങനെ വരണുള്ളൂ, മറിഞ്ഞു പോയി. അതാണ് പഴങ്ങൾ കൊണ്ടല്ല പരീക്ഷിക്കുന്ന. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ വരുമാനം ഈ പഴങ്ങൾ മാത്രമായിരിക്കാം. ഇപ്പൊ കശുവണ്ടി, അത് വലിയൊരു ജീവിതത്തിന്റെ മാർഗം. ഒരു കൊല്ലം തീരെ ഉണ്ടായില്ലെങ്കിലോ പരീക്ഷണമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പല നിരക്കും പല വഴികളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പിന്നെ വാഴ പോയി ഞാനും പോവുക എന്ന് പറഞ്ഞ് നമ്മൾ പിന്നാലെ പോകാൻ പറ്റൂല. നമ്മൾ എന്ത് ചെയ്യണം? ഫബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത. ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ ക്ഷമിക്കണം എന്നാ. നമ്മുടെ ജീവിതത്തിലെ വലിയൊരു പരീക്ഷണമാണ് സഹോദരന്മാരെ സമ്പത്ത്. അത് വലിയൊരു വിഷയമാണ്. പണം വലിയൊരു പരീക്ഷണമാണ്. ആ പണം അല്ലാഹ് കൊടുത്ത് പരീക്ഷിക്കും, കൊടുക്കാതെ പരീക്ഷിക്കും. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് നോക്കി നിങ്ങൾ. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. ചില ആളുകളെ അല്ലാഹു ഇദാ മബ്തലാഹു റബ്ബുഹു, അല്ലാഹു അവനെ പരീക്ഷിക്കുക. എങ്ങനെ പരീക്ഷിക്കുന്നത്? അവനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, പണം ഇഷ്ടം പോലെ കൊടുക്കുമ്പോൾ എന്താ പറയാ? ഫയഖൂലു റബ്ബി അക്രമൻ, എന്റെ റബ്ബ് ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറയും. അതേ സ്ഥാനത്ത് അല്ലാഹു വേറെ ചില ആളുകളെ പരീക്ഷിക്കുക. എങ്ങനെ? വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. ചില ആളുകൾ റിസ്ഖ് കുറച്ച് കൊടുക്കും. അവന്റെ അത്ര സുഖം ഇവനില്ല, അവന്റെ അത്ര മാർഗവും വഴിയും ഇവനില്ല, കുറച്ചു കൊടുക്കുകയാണ്. അതൊരു പരീക്ഷണമാണ്. ഇദാ മബ്തലാഹു, അവനെ നാം പരീക്ഷിക്കുന്നു. ഫഖദറ അലൈഹി, ആ പരീക്ഷണത്തിലൂടെ അവന് നാം കുറച്ചു കൊടുക്കുകയാണ്. റിസ്ഖഹു, അവന്റെ റിസ്ഖ് അവനെ കുറച്ചു കൊടുത്ത് അവന് പറയും എന്ത്? ഫയഖൂലു റബ്ബി അഹാനൻ, എന്റെ റബ്ബ് എന്നെ നിന്ദിച്ചിരിക്കുന്നു, എന്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു. പറയാൻ പാടില്ല. കുറച്ച് കിട്ടിയാലും നന്നായി കിട്ടിയാലും
അതിൽ കുറവ് വന്നാലും എന്തെന്നെയായാലും എന്താ പറയേണ്ടത്? എൻ്റെ റബ്ബ് എനിക്ക് നന്മ നൽകിയിരിക്കുന്നു, ഖൈർ നൽകിയിരിക്കുന്നു എന്നല്ലാണ്ട് ഒരിക്കലും എന്നെ നിന്ദിച്ചു എന്നോ അപമാനിച്ചു എന്നോ പറയാൻ പാടില്ല. കാരണം സുഹൃത്തുക്കളെ, സമ്പത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ള പരീക്ഷണങ്ങൾ പോലെയല്ല, അത് വേറെ ഒരു ഭയങ്കരമായ പരീക്ഷണ. സമ്പത്തും സന്താനങ്ങളും. കാരണം എന്താ വെച്ചോ, ഇത് രണ്ടും നമ്മുടെ പരലോകത്ത് നശിപ്പിക്കാൻ കാരണമാണ്. സമ്പത്തിന് വേണ്ടി ഓടിയിട്ട് അള്ളാനെ മറന്നു, പരലോകത്തെ മറന്നു, സ്വർഗം മറന്നു, നരകം മറന്നു, മരണം മറന്നു, ഖബറും മറന്നു. എന്തിനാ ഓടിയത്? പണത്തിന് വേണ്ടിയിട്ട്. എന്താ കിട്ടിയത്? പണം. എന്താ ഉണ്ടാക്കിയത്? പണം. ഇപ്പൊ എന്തായി? പണക്കാരനായി. പരലോകം പോയി. പാടില്ല. അത് പരീക്ഷണമാണ്. മനുഷ്യരെ നശിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പരീക്ഷണ വസ്തുക്കളാണ് സമ്പത്തും സന്താനവും. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. ഇത് എന്റെ സാഹിത്യവാക്കല്ല, അല്ലാഹ് പറയാ. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. ഈ അറബി ഭാഷ നിയമം അനുസരിച്ചുകൊണ്ട് ഇന്നമാ എന്നൊരു മാ കണ്ട നിങ്ങളവിടെ, ആ മാക്കൊരു അർത്ഥമുണ്ട്. സമ്പത്തും സന്താനങ്ങളും പരീക്ഷണം മാത്രമാണ് എന്നാ, വേറെ ഒന്നുമല്ല. അതാണ് അമ്മാന്റെ അർത്ഥം. ഹസുറിന്റെ മാ എന്ന അറബിയിൽ പറയാം. ഇന്നമൽ ആമാലു ബിന്നിയാത്ത് എന്ന് പറഞ്ഞ എന്താ? കർമ്മം നിയത്തനുസരിച്ച് മാത്രമാണ് എന്നാ. നിയത്തനുസരിച്ചാണ് എന്നല്ല, നിയത്തനുസരിച്ച് മാത്രമാണ്. എന്താണോ നിയത്ത് അത് മാത്രമാണ് ഫലം എന്നതുപോലെ ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും പരീക്ഷണം മാത്രമാണ്. അപ്പൊ പരീക്ഷണ വസ്തുവായിട്ട് വേണം അതിനെ കാണാൻ. അതുകൊണ്ട് അല്ലാഹ് എന്ത് പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിനെ ഓർക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തടസ്സമാകാതിരിക്കട്ടെ. പള്ളിയിലേക്ക് കാണാനില്ല, ജമാഅത്തിന് കാണാനില്ല, ദീനീ രംഗത്ത് കാണാനില്ല, പ്രബോധന രംഗത്ത് കാണാനില്ല. എന്തേ പ്രശ്നം? കടയിലാളില്ല, കടയുടെ പിന്നാലെയാണ്, ജോലിയുടെ പിന്നാലെയാണ്, മക്കളുടെ പിന്നാലെയാണ്, ഭാര്യയുടെ പിന്നാലെയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. അള്ളാഹുവിനെ ഓർക്കുന്ന കാര്യത്തിൽ, അള്ളാഹുവിനെ സ്മരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ സമ്പത്തും സന്താനങ്ങളും തടസ്സമായി മാറാൻ പാടില്ല. അത് പരീക്ഷണാട്ടോ, നന്നായിട്ട് ഓർത്തോ. ചില ആളുകളുടെ സ്വർഗത്തിലേക്ക് പോകുന്നവർ, അള്ളാഹുവിന്റെ നൂറ് കിട്ടിയ ആളുകൾ, പ്രകാശം ലഭിച്ച ആളുകൾ, അവരാരാ? പള്ളിയിലേക്ക് വരുന്നവർ, അവിടെ ഭജനമിരിക്കുന്നവർ, ഖുർആൻ ഓതുന്നവർ, അള്ളാഹുവിനെ പുകഴ്ത്തുന്നവർ, വാഴ്ത്തുന്നവർ. അവർക്കൊരിക്കലും സമ്പത്ത് തടസ്സമല്ല. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. കച്ചവടമോ ക്രയവിക്രയമോ സമ്പത്തോ ഒരിക്കലും റബ്ബിന്റെ പാത സ്വീകരിക്കുന്ന വിഷയത്തിൽ അവർക്ക് തടസ്സമല്ല. അത് പരീക്ഷണമാണ്. അതിലൂടെ പരലോകം നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന. പരീക്ഷണമാണ്. എങ്ങനെ പരീക്ഷണം? അല്ലാഹ് പരിശോധിക്കുക, ഞാൻ അവനോട് ചെലവഴിക്കാൻ പറഞ്ഞു, ചെലവഴിക്കുന്നുണ്ടോ? പരീക്ഷിക്കണത്. അതോ എടുത്തു വെക്കുന്നുണ്ടോ? സൂക്ഷിച്ചിങ്ങനെ വെക്കുക, ഇടക്കിടക്ക് എണ്ണി നോക്കും. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅബ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമാ. നരകത്തിലേക്ക് എറിയപ്പെടും, കെട്ടിയിടപ്പെടും നരകത്തിന്റെ തൂണുകളിൽ. ആരെയാണെന്നറിയാമോ? സമ്പത്ത് കൂട്ടിവെച്ചുകൊണ്ട് അതിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇടക്കിടക്ക് എണ്ണി നോക്കും കുറവ് വരുന്നുണ്ടോ എന്ന്. എന്താ അവന്റെ ധാരണ? യഹ്സബു അന്ന മാലഹു അഖ്ലദ. ഈ സമ്പത്ത് ശാശ്വതമാണ് എന്ന് അവൻ കരുതി പോകുന്നു. അല്ല, ശാശ്വതമല്ല, പരീക്ഷണമാണ്. അല്ല പരിശോധിക്കുക, ചെലവഴിക്കുന്നുണ്ടോന്ന്. അൻഫിഖൂ മിമ്മാ റസഖ്നാകും. നിങ്ങൾക്ക് നാം നൽകിയത് നിങ്ങൾ ചെലവഴിക്കണം. അള്ളാഹിന്റെ കൽപ്പനയാണ്. അവ പരീക്ഷിക്കുക, കൊടുക്കുന്നുണ്ടോന്ന്. പിന്നെയോ അള്ളാഹ് പറഞ്ഞു ധൂർത്തടിക്കാൻ പാടില്ല. അല്ലേ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ പാവങ്ങൾ കഷ്ടപ്പെടുമ്പോ തൊട്ടപ്പുറത്തെ വീട്ടിൽ 1000, 1500 കൊടുത്തിട്ട് മണ്ണിന്റെ ചട്ടി പൂക്കൾ ഇങ്ങനെ വാങ്ങി പേരന്റെ 4 പുറം നിറച്ചു വെക്കുക. അള്ളാഹ് മറുപടി പറയേണ്ടി വരും. ഒരു നേരത്തെ വെള്ളത്തിന് കുടിക്കാൻ കഷ്ടപ്പെടുമ്പോ, കിണർ കുത്താൻ കാശില്ലാണ്ട് ബുദ്ധിമുട്ടുമ്പോ അപ്പുറത്ത് 4ഉം 5ഉം പൈപ്പ് ഇട്ടിട്ട് പെരന്റെ മുറ്റത്ത് പുല്ല് നനച്ചു നടക്കുക. അതിന് നനക്കാൻ പ്രത്യേകം ആൾ സംവിധാനിച്ചിരിക്കാം. ഇപ്പുറത്ത് കുടിക്കാൻ വെള്ളമില്ല. അള്ളാഹ് മറുപടി പറയേണ്ടി വരും. പരീക്ഷണമാണത്. കൊടുത്ത് പരീക്ഷിക്കുക. വലാ തുബദ്ദിർ തബ്ദീറാ. നിങ്ങൾ ദുർവ്യയം ചെയ്യാൻ പാടില്ല. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ദുർവ്യയം ചെയ്യുന്നവർ പിശാചിന്റെ കൂട്ടുകാരാണ്. അപ്പൊ അള്ളാഹ് പരിശോധിക്കുക, അവൻ ദുർവ്യയം ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന്. ഇതൊക്കെ പരീക്ഷണങ്ങളാ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ എന്ത് ചെയ്യുക? ഒരുത്തൻ്റെ കയ്യിൽ കുറേ പണം കണ്ടാൽ എനിക്കും അങ്ങനെ വേണം എന്ന് ഒരിക്കലും മനസ്സ് തോന്നരുത്. കാരണം അള്ളാഹ് പരീക്ഷിക്കാൻ വേണ്ടി കൊടുത്തതാ.
എത്ര വ്യക്തമായിട്ട് അള്ളാഹ് പറയും, നോക്കി നിങ്ങൾ. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി സഹറത്തുൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ഫീഹി. ചില ആളുകളെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അവന് നാം ഒരുപാട് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. റോഡിന്റെ സൈഡിലൂടെ നമ്മൾ വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഘനഗംഭീരമായ വീടുകൾ കാണാം, വീടിന്റെ മുറ്റത്ത് തൂക്കിയിട്ട ചട്ടികൾ കാണാം, അതിനു മുമ്പിൽ നല്ല സൗകര്യമുള്ള ആർഭാടമുള്ള കാര്യങ്ങൾ കാണാം. അതൊക്കെ കാണുമ്പോ വലാ തമുദ്ദന്ന ഐനൈക, നിന്റെ കണ്ണുകളെല്ലാം അങ്ങോട്ട് നീ നീട്ടിപ്പോകരുത്. അല്ലാഹ് നമ്മോട് പറയാം, അങ്ങോട്ട് നോക്കണ്ട, ഈ നോക്കരുത്. നോക്കി എന്താ ഉണ്ടാകുക? എനിക്കും അങ്ങനെ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും. എന്നാ അതിനുള്ള സമ്പത്തുണ്ടോ? ഇല്ല. അതിനുള്ള ജോലി ഉണ്ടോ? ഇല്ല. അപ്പള ശൈത്താൻ കയറുക, ഒരു ലോട്ടറി എടുത്താൽ മതി. നമുക്ക് കാര്യം നടക്കേ വേണ്ടുള്ളൂ. അവനൊക്കെ പണ്ട് അങ്ങനെ തന്നെയായിരുന്നു, പിന്നൊക്കെ തൗബ ചെയ്താൽ പോരെ. ശൈത്താൻ അങ്ങനെ കയറുക. സുയ്യിനലില്ല, ചെയ്യുന്ന എല്ലാ വേണ്ടാത്തരങ്ങളും നന്നാക്കി കാണിച്ചു കൊടുക്കും ശൈത്താൻ. അപ്പൊ ലോട്ടറിന്റെ പിന്നാലെ നാളെ നാളെ നാളെ, പിന്നെ ഓനിക്ക് ഒരു പണിയില്ല, നിങ്ങൾ ചുരണ്ടാനും നാളേക്ക് നറുക്കെടുക്കാൻ പോവുക. പിന്നും നടക്കണില്ല, കുറെ കായ് ലോട്ടറി മകൾ പോയി. അള്ളാഹ് പറഞ്ഞ പലിശന്റെ പിന്നാലെ നടന്നാൽ യംഹഖുല്ലാഹു റിബ, പലിശയും അതിന്റെ ആളുകൾ അത് നശിപ്പിച്ചിട്ടുള്ളൂ, അത് തകർന്നു പോകും, ഒരിക്കലും വളരൂല. അപ്പൊ പിന്നെ ആഗ്രഹം തീർന്നിട്ടില്ല. ആഗ്രഹം ഇപ്പോഴും മുമ്പിൽ മനുഷ്യന് എത്ര വലുതായാലും ആഗ്രഹം തീരൂല എന്നാണ് അത് ഹദീസിൽ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ പണി? എന്നാ പതുക്കെ കക്കാൻ തുടങ്ങുക. നല്ല പണിയാ, കാരണം നല്ല പരിചയമുള്ള ആൾക്കാരുണ്ട്. ഞാൻ കുറച്ച് എടുത്താലും ആരും അറിയൂല, കാരണം അവനാണ്ട് കാര്യം നടക്കണം. അപ്പൊ ജീവിതത്തിൽ മറ്റുള്ള ആളുകൾക്ക് നൽകപ്പെട്ട സുഖങ്ങളും സന്തോഷങ്ങളും കാണുമ്പോൾ അതൊക്കെ എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചു പോകാൻ പാടില്ല. കാരണം എന്താ? നമ്മൾ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ചിന്തിക്കാം, അല്ലെങ്കിലോ വഴി തെറ്റിപ്പോകും. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി സഹറത്തുൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ഫീഹി. അല്ലാഹ് എന്തിനാ അവർക്ക് അത് കൊടുത്തത്? അത് പുല്ലാണെങ്കിലും ചട്ടിയാണെങ്കിലും ചെടിയാണ്. ചില ആളുകളിലെ പേരന്റെ മുറ്റത്ത് പാറക്കൂട്ട ഉണ്ടാക്കുന്നത്, പാറ ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ വെള്ളം ഇങ്ങനെ ചാടുക, അതിൻ്റെ മുകളിൽ ബൾബ് ഫിറ്റ് ചെയ്യുക, നമ്മൾ നനക്കാനും വെള്ളം കഴിഞ്ഞാൽ പാരാനും കറണ്ട് കിടന്നാൽ നേരാക്കാനും ഒക്കെ ആളുകൾ. അതൊക്കെ മതാഉൽ ഹയാത്തുദ് ദുനിയാ, ദുനിയാവിന്റെ ഭൗതിക താൽക്കാലിക വിഭവങ്ങളാ. എന്തിനാണ് കൊടുത്തത്? ലിനഫ്തിനഹും ഫീഹി, അവർ നാം പരീക്ഷിക്കാൻ. നനക്കട്ടവന് വെള്ളം പാരട്ടെ പുല്ലിന്. ഇപ്പുറത്ത് പാവം പട്ടിണി നടക്കുന്ന മനുഷ്യന്മാരുണ്ട്, പല്ല പരീക്ഷിക്കുക. നീ അതിലേക്ക് നോക്കരുത്. നിന്റെ കയ്യിൽ ചിലപ്പോൾ ഒരു പാത്രം വെള്ളമായിരിക്കാം, ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമായിരിക്കാം, ചിലപ്പോൾ വളരെ ചുരുക്കം ഭക്ഷണമായിരിക്കാം. വരിസുഖു റബ്ബിക ഖൈർ, നിന്റെ റബ്ബ് നിനക്ക് നൽകിയ കുറച്ച് ഭക്ഷണമുണ്ടല്ലോ, അതാകുന്നു ഖൈർ. അവിടെ നിന്നോ, അപ്പുറത്തെ നീര് കണ്ടിട്ട് അങ്ങോട്ട് ചാടണ്ട. നിന്റെ ചെറിയ കൂരയില്ലേ, അതാണ് നിനക്ക് ഖൈർ. വരിസുഖു റബ്ബിക ഖൈർ, അത് അവിടെ നിന്നോ, അപ്പുറത്തേക്ക് നോക്കണ്ട. എത്ര നല്ല നിർദ്ദേശം. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا. ക്ഷമിക്കുന്ന ആളുകളുണ്ട്, ദിക്ർ ചൊല്ലുന്ന ആളുകളുണ്ട്, തസ്ബീഹ് ചൊല്ലുന്ന ആളുകളുണ്ട്, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഏകദൈവ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്, തഖ്വയുടെ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ വൻസ്ബിർ നഫ്സക, നിന്റെ മനസ്സിനെ നീ പിടിച്ചു നിർത്ത്, പിടിച്ച് ഒല്ലപ്പം നിൽക്കുക. അപ്പുറത്ത് കല്ല നോക്കേണ്ടത്. ഇവിടെ കണ്ടോ, ഈ മനുഷ്യൻ ബാങ്ക് കേട്ടാൽ ഉടനെ പള്ളിയിലേക്ക് പോകുന്നു, അവനെ നോക്ക്. വീട്ടിൽ എപ്പോഴും സ്വലാത്തും ദിക്റും പ്രാർത്ഥനയും ഖുർആൻ പാരായണവും, അങ്ങോട്ട് നോക്ക്, അതുപോലെ ചെയ്യ്. അപ്പുറത്തെ വീട്ടിൽ ടി വി ഉണ്ട്, എന്തോ ഒരു സുഖം, 3 മണി മുതൽ 10 മണി വരെ സീരിയൽ കണ്ടുകൊണ്ടേയിരിക്കാം. എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ എനിക്കും കാണാമായിരുന്നു. അങ്ങനെ ചിന്തിക്കാനല്ല. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും, അവർ വീട്ടിൽ മഗ്രിബിന് ശേഷം ഖുർആൻ ഓതുന്നു, എൻ്റെ വീട്ടിലും ഓതട്ടെ. അവിടെ അതാ പരിഭാഷ എടുത്തുകൊണ്ട് വാപ്പ വായിച്ചു കൊടുക്കുന്നു, മക്കളും ഭാര്യയും കേൾക്കുന്നു, എൻ്റെ വീട്ടിലും അങ്ങനെയാകട്ടെ. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും, അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നല്ല ആളുകളോടൊപ്പം മനസ്സിനെ പിടിച്ചു നിർത്തുക. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിന്റെ സീനത്തും ഭംഗിയും ആഗ്രഹിച്ചുകൊണ്ട് മനസ്സിനെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും പായിക്കരുത്. പായിക്കുമ്പോൾ പല ഭാഗത്തും ശൈത്താന്മാരുടെ പലതും കാണാം, അപ്പൊ നിനക്കും ആഗ്രഹം തോന്നും. അതിലേക്ക് പോകാൻ പാടില്ല. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു പരീക്ഷണമാണ്. അതുകൊണ്ട് നമ്മൾ ഹലാലായ വഴിയിലൂടെ മാത്രം സമ്പാദിക്കുക. എത്ര കുറഞ്ഞാലും ശരി, കുറഞ്ഞു എന്ന് കരുതിയിട്ട് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾക്കറിയോ, 40 ഹദീസിൽ കാണാം, 40 വർഷം മുമ്പേ ഫുഖറാക്ക്, മുഹാജിറുകളിലെ ഫക്കീറുമാർ സ്വർഗത്തിലേക്ക് ആദ്യം എത്തുന്ന ഫക്കീറുമാർ. വസുഹാബുൽ ജിദ്ദി മഹബൂസൂൻ, പണക്കാരൊക്കെ തടഞ്ഞു വെച്ചിരിക്കുക. കാരണം എന്താ? ഓൽക്കത് എവിടുന്ന് വന്നു, എവിടെയൊക്കെ കൊടുത്തു, കൃത്യം കണക്ക് കൊടുത്തിട്ട് വേണം സ്വർഗത്ത് പോകാൻ. ഇല്ലാത്തവർക്ക് പിന്നെ ആ പ്രശ്നമില്ലല്ലോ പരലോകത്ത്.
ഹിസാബൻ യസീറ, ലളിതമായ വിചാരണ. അപ്പൊ കുറഞ്ഞു എന്ന് കരുതിയിട്ട് പരലോകത്ത് യാതൊരു പേടി പിടിക്കല്ല. ഈ ഇഹലോകത്ത് ഇങ്ങനെയൊക്കെ പോകും, പെട്ടെന്ന് മരിച്ചു പോകും. പരലോകത്തേക്ക് വേണ്ടി ഉണ്ടാക്കുക അവനാ ബുദ്ധിമാൻ. സ്വർഗത്തിനെ വേണ്ടി നമ്മൾ അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. സമ്പത്തിനെ കുറിച്ച് അള്ളാഹ് അത് വലിയ അപകടമാണെന്ന് പറയാൻ കാരണം അള്ളാഹ് പണത്തെ കുറിച്ച് എവിടെ പറഞ്ഞോ അവിടെയൊക്കെ നോക്കി ശ്രദ്ധിച്ചു നോക്കട്ടോ. നിങ്ങൾ പണത്തെ വളരെയധികം സ്നേഹിക്കുന്നു, പണത്തോട് വലിയ സ്നേഹമുണ്ട് നിങ്ങൾക്ക്. ഈ പണത്തെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹ് പറഞ്ഞത് എന്താ? കല്ലാ ഇദാ ദുഃഖത്തിൽ ദക്കൻ ദക്ക, ഭൂമി കൂട്ടിയിടിക്കപ്പെട്ടാൽ വജാഅ റബ്ബക വൽ മലക്കു സഫൻ സഫാ വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ, അല്ലാഹും മലക്കുകളും വരി വരിയായി വിചാരണയ്ക്ക് വേണ്ടി വന്നാൽ. അപ്പോൾ പിന്നെ പണം പറഞ്ഞപ്പോൾ അള്ളാഹ് ഉടൻ ഓർമ്മപ്പെടുത്തി പരലോകം. കാരണം ഇതിന്റെ പിന്നാലെ നടന്നിട്ട് ഈ പരീക്ഷണ വസ്തു നിന്റെ പരലോകത്ത് നഷ്ടപ്പെടുവാൻ കാരണമായി മാറരുത്. ഒന്ന് അതാണ്. വേറെ സ്ഥലത്ത് നോക്കി, പണത്തോട് അതിയായ താല്പര്യമുള്ളവനാണ് മനുഷ്യൻ, നല്ല താല്പര്യമുള്ളവനാ മനുഷ്യൻ. പിന്നെ പറഞ്ഞ ആയത്ത് എന്താ? അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ, അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ, ഖബറുകൾക്കുള്ളിലുള്ളത് പുറത്തു കൊണ്ടുവരപ്പെടുന്ന ദിവസം ആലോചിച്ചുകൂടെ? വിചാരണ. പണം പറഞ്ഞിട്ട് പിന്നെ അത് ഓർമ്മപ്പെടുത്തണം എന്താ? വിചാരണ. അതുകൊണ്ട് പലിശന്റെ പിന്നാലെ പോണ്ട. വട്ടിപ്പലിശ, ചട്ടിപ്പലിശ, പരാതി ഉണ്ടല്ലോ, ഒന്നിന്റെ പിന്നാലെ പോണ്ട, മരിക്കും. ഒമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ, ഒമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ, മറിഞ്ഞു വീണാൽ പണം ഒരു ഫലവും ചെയ്യുകയില്ല. അല്ലാഹ് മരിച്ചാൽ നല്ല പറഞ്ഞു, അവനോട് വീഴ, ആ ജീവിത ജീവിച്ചിരുന്ന്. ഇദാ തറദ്ദാ, അവൻ മറിഞ്ഞു വീണാൽ പിന്നെ പണം മാ യുഗ്നി അൻഹു മാലുഹു, ഫലം ചെയ്യൂല. പരലോകത്തെത്തി വിചാരണ കഴിഞ്ഞ് കർമ്മരേഖകളൊക്കെ തന്നിട്ട് അവസാനം എന്താ പറഞ്ഞത്? മാ അഗ്ന അന്നീ മാലിയ, എന്റെ സമ്പത്ത് എനിക്കൊരു ഫലവും ചെയ്തില്ല. അപ്പൊ പരലോകത്ത് പണം ഒരു ഫലം ചെയ്യൂല. അതിന് പിന്നാലെ ഓടി പരലോകം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ചില ആളുകൾക്ക് അത് കുറച്ചു. എന്തുകൊണ്ടാ കുറച്ച്? അതിനൊരു യുക്തിയുണ്ട്. എല്ലാവർക്കും ഒരേപോലെ കൊടുത്താണ് ഈ ലോകം നിലനിൽക്കൂല. ഇപ്പൊ എല്ലാവരും പണക്കാരാണെങ്കിൽ ലോകം നിലനിൽക്കൂല. സത്യാണത്. ലോകത്ത് എന്നും പ്രശ്നമായിരിക്കും, എന്നും കുഴപ്പമായിരിക്കും. വലൗ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർളി വലാകിൻ യുനസ്സിലു ബിഖദരി മാ യശാ, എല്ലാവർക്കും ഒരേപോലെ വിശാലമായ റിസ്ഖ് കൊടുത്താൽ ലബഗൗ ഫിൽ അർളി, ഭൂമിയിൽ ആകെ കുഴപ്പമായിരിക്കും. അതുകൊണ്ട് അല്ലാഹ് എന്താ ചെയ്തത്? വലാകിൻ യുനസ്സിലു ബിഖദരി മാ യശാ, ചില കണക്കനുസരിച്ച് കൊണ്ട് മാത്രം. കുറച്ച് മലപ്പുറം ജില്ലയിൽ, കുറച്ച് കോഴിക്കോട് ജില്ലയിൽ, ഇങ്ങനെ അങ്ങനെ പോകുന്നു. കുറച്ചിങ്ങോട്ട് കാഞ്ഞങ്ങാട്, കാസർഗോഡ്, മംഗലാപുരം, എല്ലാവർക്കും ഒരേപോലെ കൊടുത്താൽ പിന്നെ ദുനിയാവ് മുന്നോട്ട് പോകൂല. ചിലർക്ക് വേണം, ചിലർക്ക് വേണ്ട. ആരാ തീരുമാനിക്കേണ്ടത്? അല്ലാഹ്. അപ്പൊ നമുക്ക് കിട്ടിയില്ല എങ്കിൽ അതിന്റെ പേരിൽ ഹറാമിന്റെ വഴി സ്വീകരിക്കരുത്. ഒരൊറ്റ കാര്യം കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അള്ളാഹു നമുക്ക് പണം തന്നില്ല എങ്കിൽ അത് വെറുപ്പ് കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. അത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഈമാൻ ഉറക്കുള്ളൂ. നമുക്ക് പണം തന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ നമ്മോടുള്ള വെറുപ്പ് കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. ഇനി ആ ഉദാഹരണം പറഞ്ഞ കാര്യം വളരെ ക്ലിയറാ. പനി പിടിച്ച കുട്ടിക്ക് ഉമ്മ ഇറച്ചി മാംസം കൊടുക്കൂല. പനി പിടിച്ച കുട്ടിക്ക് ഉമ്മ മീന് എണ്ണയിൽ പൊരിച്ചത് കൊടുക്കൂല, വപ്പടം പൊരിച്ചത് കൊടുക്കൂല. എന്തുകൊണ്ടാ ഉമ്മ കൊടുക്കാത്തത്? കുട്ടിയോട് വെറുപ്പുണ്ടായിട്ടാ? അല്ല, സ്നേഹം കൊണ്ടാ. ഇത് കൊടുത്തിട്ട് എൻ്റെ കുട്ടീൻ്റെ അസുഖം മാറരുത്. അള്ളാഹ് നമ്മളെ സ്നേഹിക്കുകയാണ്. ഞാൻ ഇത് കൊടുത്തിട്ട് എൻ്റെ കുട്ടീൻ്റെ കേടുകൾ അധികമാകരുത്, എൻ്റെ കുട്ടീൻ്റെ അസുഖം അധികമാകരുത് എന്ന് ഒരു ഉമ്മാക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പൊരിച്ച മത്സ്യമോ മറ്റോ ഒന്നും കൊടുക്കുന്നില്ല. വപ്പടം പൊരിച്ച് ഉപ്പേരിക്ക് ഒന്നും കൊടുക്കുന്നില്ല. എന്താണ്? ഏറിക്കഴിഞ്ഞാൽ വപ്പടം ചുട്ടു കൊടുക്കും. പിന്നെയോ കനം കുറഞ്ഞ അരിയും കഞ്ഞിട വെള്ളവും ഇത് കുടിച്ചോ. അല്ലെ, അപ്പുറത്ത് കുട്ടികളൊക്കെ ബിരിയാണി തിന്നുന്നുണ്ട്, ഇവനക്ക് കൊടുക്കൂല. എന്താ കൊടുക്കാത്തത്? ഇവനുള്ള വെറുപ്പല്ല, സ്നേഹം. ആ സ്നേഹമാണ് അള്ളാഹ് നമ്മളോട്. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ റബ്ബിനെ അങ്ങോട്ട് ശരിക്കറിയണം. ഒമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരിഹി, അള്ളാഹൻ അറിയേണ്ട പോലെ അറിയാത്തത് കൊണ്ടാണ്. എനിക്ക് എത്ര കിട്ടിയില്ലെങ്കിലും എന്ത് പ്രശ്നം വന്നാലും എൻ്റെ റബ്ബിദാ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. അതാണ് സുഹൃത്തുക്കളെ പരീക്ഷണം. നോക്കി ഹദീസിൽ കാണാം, ഇന്നല്ലാഹ അസ്സ വജല്ല ലയഹമി അബ്ദഹുൽ മുഅ്മിന മിനദ് ദുനിയാ വഹുവ യുഹിബ്ബുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്ന ഒരു അടിമയിൽ നിന്ന് ചിലതൊക്കെ തടഞ്ഞു വെക്കും.
മാറ്റിവെക്കും. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ രോഗികളെ ഭക്ഷണത്തിൽ തടഞ്ഞു വെക്കുന്ന പോലെ രോഗി അത് കടിച്ചാൽ പേടി ഉണ്ടാകും നിങ്ങൾക്ക്, അപ്പൊ ആ വെള്ളം നിങ്ങൾ കൊടുക്കില്ല, ആ ഭക്ഷണം നിങ്ങൾ കൊടുക്കില്ല. അങ്ങനെ നിങ്ങൾ തടഞ്ഞു വെക്കുന്ന ചില ആളുകളുണ്ടല്ലോ, സ്നേഹം കൊണ്ടാ. അപ്പൊ അതേപോലെ അള്ള സമ്പത്ത് കുറയ്ക്കുന്നത്. സുഹൃത്തുക്കളെ, ലോകം മുഴുവൻ പരീക്ഷണമാണ്. ലോകത്ത് കാണുന്ന എന്തും നമ്മളെ ഹറാമായ വഴികളിലൂടെ തെറ്റായ ജീവിത രീതികളിലൂടെ നീങ്ങാനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കാം. എന്താ? ദുനിയാവിൻ്റെ സൗന്ദര്യ, ദുനിയാവിൻ്റെ സമ്പത്താണ്. അള്ളാഹ് പറഞ്ഞു, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ. ദുനിയാവിൻ്റെ മുകളിലുള്ള എല്ലാം സീനത്ത, സൗന്ദര്യമാണ്, ഭംഗിയ, ആഡംബരമാണ്. എന്തിനാ? ലിനബ്ലുവഹും, ആളുകളെ പരീക്ഷിക്കാൻ. അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ജീവിക്കുന്നത്. ഈ ജീവിതത്തിൽ വേണം നമുക്ക് വിജയം നേടാൻ. വലിയ പ്രയാസമാണ്. നന്നായി ക്ഷമിക്കേണ്ടി വരും, നന്നായി കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് വജസാഹും ബിമാ സ്വബറു ജന്നതൻ വഹരീറാ. ക്ഷമിച്ചവർക്ക് സ്വർഗ്ഗമുണ്ട്. ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സ്വബറു. ക്ഷമിച്ചതിന്റെ ഫലമായിക്കൊണ്ട് ഗുർഫത്തുകൾ, മണിമാളികൾ നാളെ പരലോകത്ത് പ്രദാനം ചെയ്യും. സഹോദരന്മാരെ, ഇങ്ങനെ എല്ലാ രംഗത്തും നമ്മൾ ക്ഷമിക്കാം. അള്ളാഹിന്റെ പരീക്ഷണങ്ങൾ. പിന്നെ വിശദീകരിക്കേണ്ട മറ്റൊന്നായിരുന്നു, സമയമില്ല. ആദർശ രംഗത്ത് ഒരുപാട് കഷ്ടപ്പാടുണ്ടാകും. ഖബ്ബാബ് സഹിച്ച പോലെ, ബിലാൽ സഹിച്ച പോലെ, അമ്മാർ ഇബ്നു യാസിർ സഹിച്ച പോലെ, സുമയ്യ സഹിച്ച പോലെ നമ്മൾ സഹിക്കേണ്ടി വരും. ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന. സ്വർഗ്ഗത്തിലേക്ക് സുഖമായിട്ട് വെറുതെ കയറി ചെല്ലാന്ന് കരുതുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സത്തുഹുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന മഅഹു മതാ നസ്റുല്ലാഹ്. അമ്പിയാക്കന്മാരും പ്രവാചകന്മാരും അവരുടെ കൂടെയുള്ള അനുയായികളും കിടുകിടാ വിറപ്പിക്കപ്പെട്ടു. പരീക്ഷണങ്ങൾക്ക് വിധേയമായി, മർദ്ദനങ്ങൾക്ക് വിധേയരായും എപ്പറ റബ്ബിന് സഹായം ഉണ്ടാവുക എന്ന് അവർ കരഞ്ഞു ചോദിക്കുന്ന രംഗങ്ങൾ വന്നു. പക്ഷേ ആദർശത്തിൽ നിന്ന് അവരെ തടഞ്ഞില്ല ആ കാര്യങ്ങളൊന്നും. അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എങ്ങനെ ഒറ്റപ്പെട്ടാലും ആദർശ രംഗത്ത് ഉറച്ചു നിൽക്കുക. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന് വേണ്ടി, അവന്റെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഉറച്ചു നിന്നാൽ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കുവാൻ ശ്രമിക്കുക, അവന്റെ സ്നേഹവും തൃപ്തിയും പ്രീതിയും നേടുവാൻ ശ്രമിക്കുക. ഏതെല്ലാം നിലക്കുള്ള പരീക്ഷണങ്ങളുണ്ടോ അതിലെല്ലാം വിജയം നേടുവാൻ ശ്രമിക്കുക. എന്തിനും നമുക്ക് അല്ലാഹുവിന്റെ ഫദ്ലും അവന്റെ റഹ്മത്തും അവന്റെ തൗഫീഖും വേണം. അതില്ലാണ്ട് ഒന്നും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് അതിനു വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയും ആ നിയ്യത്ത് വെക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകളും പാപങ്ങളും അർഹമുർ റഹീമിനായ നാഥനും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നന്മകൾ മാത്രം പ്രവർത്തിക്കുവാനും നന്മകൾ മാത്രം ചിന്തിക്കുവാനുമുള്ള നല്ല മനസ്സ് നമുക്ക് എവർക്കും അവന് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും പാപങ്ങളും അവൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുകയും നമ്മയും അവരെയും നാളെ അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് പാപമോചനം നൽകപ്പെടുകയും നരകമോചനം നൽകപ്പെടുകയും ചെയ്ത ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ത്വയ്യിബ് സറാഹും വജ്അലിൽ ജന്നത മഅവാഹും. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم لا تجعل الدنيا أكبر همنا ولا غاية قصدنا ولا مبلغ علمنا ولا إلى النار مصيرنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا عيبا إلا سترته ولا مريضا إلا شفيته ولا مبتلا إلا عافيته ولا ضالا إلا هديته ولا حاجة من حوائج الدنيا والآخرة إلا أتممتها بفضلك وكرمك يا أكرم الأكرمين. وآخر دعوانا أن الحمد لله رب العالمين.
സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹക്ക് ഉമരിക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങളോട് സംസാരിക്കുന്നത് മൗലവി KT സിറാജാണ്. റബ്ബിലേക്ക് മടങ്ങുക എന്ന വിഷയത്തെ ആധികാരികമായാണ് ഇൻഷാ അല്ലാഹ് നാളത്തെ വിഷയം.